കുടം നമുക്ക് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാലും ഇതുങ്ങളുടെ വാ നമുക്ക് കെട്ടാൻ പറ്റില്ല. മനുഷ്യരുടെ സംസാര രീതികളെ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഇപ്പൊ എന്നെ കാണുമ്പോൾ നല്ല വർത്തമാനം പറയും, ഇൻസ്റ്റാഗ്രാമിൽ മോശ കമന്റ് ഇടും. പക്ഷെ ആ മോശ കമന്റ് ഇട്ട് കഴിഞ്ഞിട്ട് എന്നെ എവിടെയെങ്കിലും കാണുമ്പോൾ ഇത് ചേച്ചിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഓടി വരുന്നു. മോഡലിംഗ് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ട് ഞാൻ വേറൊരു കാര്യങ്ങളും ഞാൻ ചെയ്യണില്ല. ഞാൻ എന്റെ വർക്ക് കഴിയുന്നു, ഞാൻ എന്റെ വീട്ടിൽ പോകണം. ഞാൻ മോഡലിംഗ് രംഗത്ത് ജീൻസ് അല്ലെങ്കിൽ മറ്റേ ബിക്കിനി ഇട്ടു എന്ന് പറയുമ്പോൾ ഞാൻ മറ്റു പൊതുസ്ഥായ സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ ഈ ഒരു മോശം കെട്ട രീതിയിൽ അല്ലെങ്കിൽ കുറച്ച് ക്ലീവേജ് കാണിച്ചു അങ്ങനെ ഒന്നും നമ്മൾ നേരെ പോയി എന്നുള്ള മട്ടം. മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യണില്ല. ഒരു മനുഷ്യനോട് ചേട്ടാ എനിക്കൊരു 50,000 രൂപ താ എന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരാൾ പോലും എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ട് ഗൗരി ഒരാൾക്ക് പൈസ തരാനുണ്ടെന്ന് പറയില്ല. ഞാൻ ഒരാളുടെ കയ്യിൽ നിന്നും കടം മേടിച്ചിട്ടില്ല, കൊടുക്കാനും ഇല്ല. ചെക്കന്മാര് പോകുമ്പോൾ ഒരു മുണ്ടെടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടിടാ നിന്നെ എന്ന് പറഞ്ഞ് സ്വയം നമ്മൾ പറയും. അതേപോലെ ഒരു പെൺകൊച്ചു പോകുമ്പോഴത്തേക്ക് കൊള്ളാലോ, നമുക്കത് ഇല്ലല്ലോ എന്ന് സ്വാഭാവികമായിട്ട് ഞാൻ പറയാറുണ്ട്. നമ്മൾ ആസ്വദിക്കാറുണ്ട് മറ്റുള്ളവരുടെ സൗന്ദര്യം കണ്ടിട്ട്. ഞാൻ ഇന്ന് വരെ ഒരാളുമായിട്ടും ഒരു കോഫിക്ക് പോലും ഞാൻ പോയിട്ടില്ല. കാരണം ഒരിടത്തും അങ്ങനെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് എന്ത് പണി വേണേലും ഞാൻ ചെയ്യാം. ഈ ഒരു കണ്ടന്റ് വെച്ചിട്ട് 30,000 മുതൽ അത് 5 ലക്ഷം വരെ എത്തി. ഇന്ന് വരെ എന്റെ കൂടെ ഒരു മനുഷ്യൻ പോലും കോഫി അടിക്കാനും വന്നിട്ടില്ല. ഞാനൊട്ട് ഇപ്പം ക്ലിയർ ആക്കിയെന്ന് പറഞ്ഞാൽ ഞാനൊട്ട് പോയിട്ടില്ല, എന്റെ കൂടെ വന്നിട്ടില്ല, ഞാനൊട്ട് ചെയ്തിട്ടുമില്ലാത്ത കാര്യം. ഒരാൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അല്ലെങ്കിൽ ഒരു ചാനലിൽ വന്നിരുന്നിട്ടോ ഞാൻ എന്തിനാണ് അവരെ മോശമായിട്ട് കാണുന്നത്? അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു തുമ്പിട്ട് കൊടുത്താൽ അവരെ ഇങ്ങോട്ട് ചായത്തുള്ളൂ. ആ തുമ്പിടുന്നതിന് മുമ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തീർന്നു. നമ്മള് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കണോ, നമുക്ക് കിട്ടുന്നതിന്റെ ഒരു വരുമാനം അവർക്ക് കൊടുക്കുന്നു. ഈ ബിക്കിനി എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ മോശക്കാരി ഒരിക്കലും അല്ല. ഇന്ന് നമുക്ക് ഗസ്റ്റ് ആയിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലെ ഒരു വൈറൽ താരമാണ്. വിവാദമായ കണ്ടന്റുകളാണ് സാറേ ഇവരുടെ മെയിൻ. ബോൾഡ് വുമൺ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. ഗൗരി സിജി മാത്യു, വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഭയങ്കര സുന്ദരിയായിരിക്കുന്നു കാണാൻ. എങ്ങനെയാണ് ഈ ഷൈനിങ് ആയിട്ടുള്ള മുടിയും ഈ സൗന്ദര്യമൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നിങ്ങളുടെ കണ്ണില് അത് തോന്നിയത് കൊണ്ട് എന്നെ ഒന്ന് കളിയാക്കുവാണോ? അല്ലല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. അതായത് നമ്മൾ മറ്റു ഇന്റർവ്യൂസിലൊക്കെ ഒരു നാടൻ അറ്റയറിലാ കണ്ടത്, സാരിയൊക്കെ എടുത്ത്. പക്ഷെ ഒരു മോഡേൺ ലുക്കിൽ വന്നു. അല്ല, നമ്മൾ വേറൊരു ചാനലിൽ ഇന്റർവ്യൂസ് എടുത്തപ്പോഴും അതിൻ്റെ അകത്ത് സാരിയാണോ അന്ന് സ്ലീവ്ലെസ് ഒക്കെയാണ്. അപ്പം എനിക്ക് തോന്നി എല്ലാത്തിലും സാരി ആയും വരുമ്പോഴത്തേക്ക് നമുക്ക് ആൾക്കാരിൽ ഈ പറയുന്നത് നമ്മള് മോഡലിംഗ് ചെയ്യണോ, ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ഇവള് ഇച്ചിരി മോഡേൺ ആയിട്ട് വന്നില്ലല്ലോ എന്നൊരു ചിന്ത വരത്തില്ല. അപ്പൊ നമ്മളെ പ്രേക്ഷകർക്കും കൂടി ഒരു ഇതോട്ടൊന്ന് വെച്ചിട്ട് ഈ ഒരു കോസ്റ്റ്യൂം. പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞത് നല്ല ഭംഗിയുണ്ട് കാണാൻ. മുഖമൊക്കെ ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കുന്നു, മുടി ഭയങ്കര കൂടി വരുമല്ലേ. അപ്പം എല്ലാവരുടെ ഒപ്പത്തിനൊപ്പം ഞാനും ഒന്ന് പിടിച്ചു നിൽക്കണ്ടേ, അതിനു വേണ്ടിട്ട്. ഈ ഗൗരി സിജി മാത്യു നമ്മുടെ സോഷ്യൽ മീഡിയയിൽ, ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതൽ കണ്ടത്, ഈ സെമി ന്യൂഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് കൂടുതലും ഇടുന്നത്. പക്ഷെ നമ്മളെ ഈ പുറം രാജ്യത്ത്, അതായത് ഈ എബ്രോഡിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് ആളുകൾ സ്വീകരിക്കുന്ന ഒരു സംഭവം. പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള കണ്ടന്റുകളെ ആളുകൾ പോണുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. ആൾക്കാർക്ക് തോന്നുന്ന ഒരു കാര്യമാണല്ലോ. ഇപ്പം നമ്മുടെ മലയാളികൾക്ക് ഇപ്പൊ എന്താ പറയാ, സണ്ണി ലിയോൺ വന്ന് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അവര് വാവും. സാധാരണ മറ്റൊരു വ്യക്തികൾ ഇപ്പം ബിക്കിനി ഇട്ട് വരുവാണെങ്കിൽ അവര് അച്ഛേ ഇതെന്തുവാണ്, ഇത് എന്ത് കോമാളിത്തരമാണ് കാണിക്കുന്നതെന്ന് ചോദിക്കും. ഇതൊരു ബോഡി ആർട്ട് ആണെന്നുള്ള അവർക്ക് മനസ്സിലാവണില്ല. അപ്പം പിന്നെ അതിനെ നമ്മള് മറ്റുള്ളവരിലേക്ക് പറഞ്ഞ് അല്ലെങ്കിൽ ഇന്നതെന്നും പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മളൊരു ഷോപ്പിൽ ചെല്ലുമ്പം നമ്മള് ബ്രാൻഡഡ് അല്ലെങ്കിൽ നല്ല കളേഴ്സ് ബിക്കിനി ഇത് നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ ഷോപ്പിൽ കാണുന്നത് എടുത്തോണ്ട് വരുവല്ലോ. നേരത്തെ കാലങ്ങളിൽ ഇപ്പം 5 രൂപയുടെയും 10 രൂപയുടെയും ഈ ബിക്കിനി എന്ന് പറയുന്ന സാധനം, ഷഡ്ഡി എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റുകളിൽ ചന്തകളിൽ വരെ കിട്ടുമായിരുന്നു. ഇപ്പൊ അത് ഷോപ്പിൽ നമുക്ക് കിട്ടുമ്പോൾ ഞാൻ ചെല്ലുമ്പം എന്തെങ്കിലും ഇതിന്റെ ബ്രാൻഡ് ഇത് കാണിക്കാമോ എന്ന് പറയും, പിക്ചേഴ്സ് കാണിക്കാമോ എന്ന് ചോദിക്കും. എന്നിട്ടേ ഞാൻ എടുക്കത്തുള്ളൂ. ഇപ്പൊ H&M അല്ലെങ്കിൽ സ്റ്റുഡിയോ ഇവിടെ എല്ലാം ചെല്ലുമ്പോൾ അതിന്റെ ഒരു റെഫറൻസ് ഉണ്ട്. അപ്പൊ അത് നോക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത് മറ്റുള്ളവർക്ക് ഇന്നതെന്നും പറഞ്ഞ് അവരെ ബോധവൽക്കരണം എടുത്ത് നടത്തേണ്ട കാര്യമൊന്നുമില്ല. ഫോറിനേഴ്സിനെ കാണുമ്പോ നമ്മൾ ആഹാന്ന് പറയും, മലയാളികൾ അത് ചെയ്യുമ്പോ ഓഹോ എന്ന് പറയുന്നില്ല, വേറെ ഇതാണ് പറയണത്. എന്താ അങ്ങനെ വേറേതായിട്ട്
കൂടുതലായി ചീത്ത പറഞ്ഞിട്ടുള്ളത്? വർത്തമാനങ്ങളാണ് കൂടുതലും പറയണേന്ന് പറയണത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇച്ചിരി ക്ലീവേജ് കാണിച്ചു, അത് മോശമാണ്. ഇപ്പൊ ഒരു 2 പീസ് എന്ന് പറയുമ്പോ അത് ബിക്കിനി ഇട്ട് വരുമ്പത്തേക്ക് അവളിട്ടാൽ അവള് തടിച്ച്, അല്ലെങ്കിൽ ഇച്ചിരി കൊടവയറ് ചാടിയിട്ടുണ്ടെങ്കിൽ അവള് വേറെ എന്തോത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു രീതിയാണല്ലോ നമ്മളുടെ മലയാളികളെ ഞാൻ മൊത്തപേരെയും പറയുകയല്ല, അതെ. ആവറേജ് കുറച്ച് ആൾക്കാര് ഇതിനു വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ തുറന്നിരുന്നിട്ട് നമുക്ക് കമന്റ് എന്നും പറഞ്ഞിട്ടിരിക്കുന്നതാണോ? ഇതിന് ആർട്ടായിട്ട് കാണുന്ന ആളുകളും ഉണ്ട്. പക്ഷെ ഇതിന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുന്ന പിക്ചേഴ്സിനെ ഇപ്പം കണ്ടിട്ട് ഒരുപാട് പേര് നല്ലതാണ് എന്ന് നല്ലതാണെന്ന് പറയുന്നുണ്ട്. പറയുന്നുണ്ട്. പക്ഷെ അതില് ഫേസ് ഇല്ലാത്ത കുറെ ഫേക്ക് ഐഡികൾ വന്നിട്ട് മോശമായിട്ട് അങ്ങോട്ട് കമന്റുകൾ ഇടും. പിന്നെ ഹിന്ദിക്കാര്, നമ്മൾ അവരെയൊക്കെ പോയിട്ട് എനിക്ക് ബോധവൽക്കരണം കൊടുത്തിട്ട്, ചേട്ടാ ഇന്നത് ബിക്കിനിയാണ്, അല്ലെങ്കിൽ ഇത് സെമി ന്യൂഡാണ്, അല്ലെങ്കിൽ ഇത് ഒരു ആർട്ടാണ് എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ അതെ, പറ്റില്ല. അതെ. അപ്പൊ അതിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതലും ബാക്കിലോട്ടോ അല്ലെങ്കിൽ മുൻപിലോട്ടോ നോക്കിയിട്ട് കാര്യമില്ല. പറയുന്നവർ കല്ലെറിയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും, കല്ലെറിഞ്ഞോട്ടെ. അവരിരുന്ന് എറിയട്ടെ എന്ന് അതാണ് വെക്കും. മൈൻഡ് സെറ്റ്. കൂൾ മൈൻഡ് സെറ്റ്. അതെ. എന്നാലും നമ്മൾ ഈ കമന്റ്സ് ഒക്കെ ഇവര് മോശമായിട്ടിടും. പക്ഷെ ഇതേ ആളുകൾ തന്നെ ചിലപ്പോൾ നമ്മൾ ഇൻബോക്സിൽ വന്നിട്ട് കോഴിത്തരങ്ങളൊക്കെ കാണിക്കും. അങ്ങനെയുള്ള ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ വരുമ്പോ ഇത് ലാസ്റ്റ് സഹിയായിട്ട് ഇപ്പൊ കുറച്ചു കാലം കൊണ്ട് ഞാൻ ഇതിന് മറുപടി കൊടുക്കില്ല. കാരണം ഇത് ഞാൻ ആദ്യം വന്നിട്ട് ഈ വൃത്തിയുടെ കമന്റ് ഇട്ടിട്ട് ഇയാൾ ഇൻബോക്സിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും. മോളെ നമ്പർ തരുമോ, വീഡിയോ കോൾ വരുമോ എന്ന് ചോദിക്കുന്ന മെസ്സേജുകൾ. അപ്പൊ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ പുള്ളിക്ക് വീണ്ടും ഞാൻ കൊടുക്കുന്നത് പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്യട്ടെ, ഇയാളുടെ പ്രൊഫൈൽ പിക്ചറും എല്ലാം കൂടി ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് വന്നിട്ട് ലാസ്റ്റിൽ സോറി എന്നും പറഞ്ഞിട്ട് വരും. വീട്ടില് മെസ്സേജ് ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും കുടുംബക്കാർ കണ്ടിട്ട് വീട്ടിൽ അറിയിക്കുമല്ലോ, എന്തായാലും പേടിച്ചിട്ട് പിന്നെ മിണ്ടില്ല, പിന്നെ ആ വഴിയേ കാണില്ല, പിന്നെ റിക്വസ്റ്റ് ആയിട്ട് വരും ഇത് നമ്മള് പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ ഗൗരി എന്താ ചെയ്യാ? മനസ്സൊക്കെ അലിഞ്ഞ് പോട്ടെ, ക്ഷമിച്ചു വിടുവോ? അങ്ങനെയല്ല, ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കത്തേ ഉള്ളൂ. അല്ലാതെ ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയ, കാരണം അവർ ചെയ്ത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കും. അല്ലാതെ അത് പോസ്റ്റായിട്ട് ഞാൻ പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്യാറില്ല. ഒരിടത്തും അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ട് ഇല്ല. പഴയ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാതെ കവിതകളും കഥകളും ഒക്കെ എഴുതുന്ന സമയത്ത് ആരെങ്കിലും മോശം പറഞ്ഞാൽ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഞാൻ ചെയ്യുന്ന ജോലിയുടെ ഭാഗമാണ്, എന്നെ ആൾക്കാർ പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെന്ന് വെക്കും. അത് ഈ ഒരു ചെവി കൂടെ കെട്ടി ഈ ഒരു ചെവി കൂടെ കളയും. അതിനെ സംബന്ധിച്ചിട്ട് ഇത് നോക്കി ഇന്നതൊന്നും പറഞ്ഞാൽ ഞാൻ നടക്കാറില്ല. നോർമലി നമുക്ക് ഈ സ്ത്രീകൾക്ക് നമുക്ക് ആഗ്രഹം ഉണ്ടാവും നമ്മളെ ശരീരം ഇതുപോലെ എക്സ്പോസ് ചെയ്തിട്ട് ഡ്രസ്സ് ഇടണമെന്നോ, അങ്ങനെയൊക്കെ ചില ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിൽ ഇതൊക്കെ വരുന്ന ഈ സൊസൈറ്റി അമ്മമാരെയൊക്കെ പേടിച്ചിട്ട് എന്തിനാ വെറുതെ പ്രശ്നമാക്കുന്ന വിചാരിച്ച് നമ്മൾ ആഗ്രഹങ്ങളൊക്കെ അടക്കി പിടിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് ആ ഒരു ഫോട്ടോഷൂട്ടിലേക്ക് വരുന്നു, ആരെയും നെവർ മൈൻഡ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് വരുന്നു. എവിടുന്ന് കിട്ടി ഇത്രയും കോൺഫിഡൻസ്? നമ്മളുടെ ജീവിത സാഹചര്യം. പിന്നെ എനിക്ക് മോഡൽ ഡ്രസ്സുകൾ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിലെ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ചെറുപ്പത്തിലെ മുതലേ ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കസിൻസിന്റെ ഒരു ഉടുപ്പ് ഇട്ട് നടന്ന ഒരു ബാല്യകാലം നമുക്കുണ്ട്. ഇപ്പൊ എല്ലാരും പറയും, എല്ലാവരും ഇന്റർവ്യൂസിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തെ കുറിച്ചിട്ട് കുറെ വീമ്പുകൾ തള്ളുക എന്നൊക്കെ പറയും. എന്റെ അച്ഛൻ സൗദിയിൽ പോയിരുന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ ഒരു 1.5 കൊല്ലത്തോളം ശമ്പളം കൊടുക്കാതെ അപ്പൻ അവിടെ ബുദ്ധിമുട്ടിയ സമയത്ത്, ഞാൻ അന്ന് കുഞ്ഞാണ്, ഞാൻ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് അപ്പന്റെ ഒരു വരുമാനം വരുന്നത് നോക്കി നമ്മൾ ഇരിക്കും. പിന്നെ നമ്മുടെ റിലേറ്റീവ് കസിൻസിന്റെ അവരുടെ വീട്ടില് അവരുടെ അപ്പനും ഉമ്മയൊക്കെ വരുമ്പം അവർക്കൊരു പുത്തൻ ഉടുപ്പ് കൊണ്ടു കൊടുക്കുമ്പോൾ പഴയത് എനിക്കും എന്റെ ചേച്ചിക്കും തരും. ഞങ്ങൾ 2 മക്കളാണ്, ഞങ്ങൾക്ക് തരുമ്പോ ഞാനത് വലിയ ഗമയായിട്ട് നമ്മൾ കുളിച്ച് കൂട്ടപ്പനാക്കിയിട്ട് ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് നടക്കും. പക്ഷെ ആ ഒരു രീതിയും ഇന്നത്തെ കാലത്ത് നമുക്ക് ഇഷ്ടം പോലെ റേറ്റ് കുറച്ചിട്ട് ഉടുപ്പുകൾ കിട്ടാനുണ്ട്, നമുക്ക് ഇഷ്ടം പോലെ മേടിക്കാനും പറ്റും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സാരി ഒരു കളക്ഷൻ തന്നെയുണ്ട്. സാരി, ഡ്രസ്സ്, മറ്റുള്ള എല്ലാം ഞാൻ ഇടും. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ കംഫർട്ടബിൾ, കാരണം ഞാൻ മോഡലിംഗ് രംഗത്ത് ജീൻസ് അല്ലെങ്കിൽ മറ്റേ ബിക്കിനി ഇട്ടു എന്ന് പറയുമ്പോൾ ഞാൻ മറ്റു പൊതുസ്ഥായ സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ ഈ ഒരു മോശം കെട്ട രീതിയിൽ അല്ലെങ്കിൽ കുറച്ച് ക്ലീവേജ് കാണിച്ചു അങ്ങനെ ഒന്നുമില്ല. നമ്മൾ നേരെ പോയി എന്നുള്ള മട്ട. അങ്ങനെയാണോ എല്ലാ വസ്ത്രത്തോടും ഭയങ്കര കോൺഫിഡന്റ് ആണ്. പിന്നെ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മള് ഈ ഇതുപോലെ നമ്മള് ഒരുപാട് ഫോട്ടോസ് ഇടുന്നു സോഷ്യൽ മീഡിയസിലായാലും, ആളുകൾ തെറി കമന്റ്സ് ഒരു സൈഡിൽ നിന്ന് ആളുകൾ പറയുന്നുണ്ട്, മറ്റേ സൈഡിൽ നിന്ന് ആളുകൾ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. നമുക്ക് നല്ല ഫോട്ടോഷൂട്ട്സ്, ഇപ്പൊ ജ്വല്ലറി ആഡ് ഒക്കെ ചെയ്തില്ലേ, ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ആഡ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആളുകളുടെ ഒരു മനോഭാവം എന്താണ്? ഇത് ഗൗരിയാണ് തിരിച്ചറിഞ്ഞിട്ട്
സമൂഹത്തിന്റെ പുറമേന്നും ആളുകൾ കല്ലെറിയുന്നുണ്ടോ നേരിട്ട് കാണുമ്പോൾ? ഒന്നുമില്ല. ഇല്ല. എന്നെ നേരിട്ട് കാണുന്ന മനുഷ്യർക്ക് ഞാൻ ഇത് ഗൗരി ചേച്ചിയാണോ, ഫോട്ടോസിൽ കാണുന്ന ചേച്ചിയല്ല, നേരിട്ട് കാണുമ്പോ എന്ന് പറയാറുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ പൊതു സമൂഹത്തിൽ നിന്നൊരു കല്ലേറ് കിട്ടാൻ മാത്രം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു കാര്യം അല്ല, അതായത് നമ്മള് മോശം കമന്റ്സ് ഇടുന്ന കമന്റ്, ആളുകളുണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞല്ലോ, മുഖമില്ലാത്ത കുറച്ച് ആൾക്കാർ വന്നിട്ട് എന്തെങ്കിലും വിളിച്ചു കൂവിയിട്ട് നമ്മള് ഇന്നത് ഇന്നതെന്നും പറഞ്ഞ് നമ്മൾ തിരക്കി പോകേണ്ട കാര്യമില്ല. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ജെന്യൂനായിട്ട് ഏതെങ്കിലും പ്രൊഫൈലിൽ നിന്ന് വരുമ്പോൾ ഞാൻ അവർക്ക് പോയിട്ട് ഇൻബോക്സിൽ പോയിട്ട് ചേട്ടാ ഇന്നത് ചെയ്തത് ശരിയാണോ, വീട്ടിലുള്ളവരെ ആദ്യം പറയുക എന്ന് പറയും. അപ്പൊ ഞാനിപ്പോ നേരത്തെ അച്ഛനും അമ്മയും നിനക്ക് അപ്പനും അമ്മയില്ല, നിന്റെ അമ്മേന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുമായിരുന്നു. ഇപ്പൊ ആ ഒരു രീതിയൊന്നും ഇല്ല, പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. പിന്നെന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിലേക്ക് വരുമ്പം ഗൗരി ചേച്ചി എനിക്കൊരു സെൽഫി എടുക്കണം എന്ന് സ്വാഭാവികമായിട്ടും പറയാറുണ്ട്. അതിന് ഞാൻ കൂടുതലും എനിക്ക് മടിയാണ് ഈ ഒരു കാര്യങ്ങൾക്ക്. നമ്മുടെ പേഴ്സണൽ ഒരു ഇതിലായിട്ടാണ് നമ്മൾ വരുമ്പോഴത്തേക്ക്, നമ്മുടെ ഇഷ്ടമായിട്ടുള്ള ഡ്രസ്സിൽ വരുമ്പോഴത്തേക്ക് എനിക്ക് എന്റേതായ ഒരു പ്രൈവസി ഉണ്ട്. അപ്പൊ അതിൽ ഞാൻ മറ്റൊരാളെ ഉൾക്കൊള്ളിക്കാനോ അല്ലെങ്കിൽ എവിടെങ്കിലും പോയി അവത്തവശാൽ മാത്രമേ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഷെയർ ചെയ്യത്തുള്ളൂ ഞാൻ ഇന്നടത്തുണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ ഒരിടത്തും കാണിക്കാറില്ല. പിന്നെ അറിഞ്ഞു വരുന്നവർക്ക് സെൽഫി അല്ലെങ്കിൽ ഗൗരി ചേച്ചി ഒരു ഹായ് എന്നും പറഞ്ഞിട്ട് വരാറുണ്ട്. കോമൺ ആയിട്ട് സംസാരിക്കാം. അതെന്തെങ്കിലും ഒരു കംഫർട്ട് സ്പേസിന്റെ ഭാഗമായിട്ടാണോ അങ്ങനെ ഈ ആളുകളെ അറിയിക്കാത്തത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉള്ളിലുള്ള ഒരു ഭയം കൊണ്ടാണ്? ഒരു ഭയവും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാനാണ്. എനിക്ക് പേടിക്കേണ്ട, ഞാൻ എന്തിനാണ് പേടിക്കേണ്ടത്? ഞാൻ ഈ കാര്യങ്ങൾക്ക് ഇപ്പൊ മോഡലിംഗ് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ട് ഞാൻ വേറൊരു കാര്യങ്ങളും ഞാൻ ചെയ്യണില്ല. ഞാൻ എന്റെ വർക്ക് കഴിയുന്നു, ഞാൻ എന്റെ വീട്ടിൽ പോകണു, അല്ലാതെ ഒരിടത്തും ഞാൻ നിൽക്കണില്ല. പക്ഷെ രാത്രി കാലങ്ങളിൽ ഞാൻ എവിടെങ്കിലും കഴിക്കാനോ റെസ്റ്റോറന്റിലോ എവിടെങ്കിലും താമസിച്ചെന്ന് പറഞ്ഞാൽ എന്റെ ഒരു പ്രൈവസിയാണ്. ഒരാളെയും ഞാൻ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താറില്ല. എനിക്ക് എന്റെ വഴി. എങ്ങനെയായിരുന്നു ഈ ഒരു മോഡലിംഗ് ഭയങ്കര ഇപ്പൊ പാഷനേറ്റ് ആയിട്ട് ചെയ്യുന്നതല്ലേ? അതെ. ഇപ്പൊ വേറെ ജോലിയൊന്നും ചെയ്യുന്നില്ല, മോഡലിംഗിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എപ്പോഴായിരുന്നു, എത്ര കാലമായി മോഡലിംഗ് ചെയ്യാൻ തുടങ്ങിയിട്ട്? 12 വർഷമായി. 10-12 വർഷം. പക്ഷെ ഇപ്പൊ റീസെന്റ് ആയിട്ടാണല്ലേ ആളുകൾ ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങിയത്? അല്ല, ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ രൂപത്തിലും ഭാവത്തിലും കുറച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ ശ്രദ്ധിക്കും എന്ന് പറയാം. ആദ്യം എന്ന് പറയുമ്പോൾ ഞാൻ മോഡലിംഗ് രംഗത്ത് വരുമ്പോൾ ഞാൻ ഇത്രയും വണ്ണമോ അല്ലെങ്കിൽ ഇത്രയും ഫെയർ ഒന്നും അല്ല. ആദ്യത്തെ പിക്ചേഴ്സ് ഒക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറി ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നാട്ടുമ്പുറത്തെന്ന് പറയാൻ പറ്റില്ല, ഞാൻ എല്ലാ ഡ്രസ്സും ഇടും. പിന്നെ എന്നാ പറയുക, ഇച്ചിരി ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കോലത്തിലും ഭാവത്തിലും ഒക്കെ ഇച്ചിരി അപ്പനമ്മമാരുടെ ഒരു ഇത് കൊണ്ടാണോ എന്നറിയില്ല, ഇച്ചിരി ഭംഗി കൂടി. അത് നമുക്ക് പ്രായം കൂടും തോറും ഇച്ചിരി സൗന്ദര്യം വർദ്ധിക്കും എന്നല്ലേ പറയണേ, അങ്ങനെയാണോന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ ആൾക്കാരിലേക്ക് നമ്മൾ എക്സ്ക്ലൂസീവ് മീൻസ് ഒരുപാട് നല്ല കണ്ടന്റുകൾ ഇറക്കുമ്പോഴത്തേക്ക് ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ പബ്ലിക്കിൽ പോകും. മോഡലിംഗിന് വരുന്നതിനേക്കാൾ മുന്നേ നമുക്ക് എന്തെങ്കിലും ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജോലിയോ അങ്ങനെ ഞാനൊരു നഴ്സായിരുന്നു, അതിൽ നിന്ന് വിട്ടുപോരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ പഠിക്കുന്ന സമയവും എല്ലാം നമ്മൾ മോഡലിംഗ് ഒരു ബ്യൂട്ടീഷ്യൻ ആവണമെന്നായിരുന്നു ആഗ്രഹം എന്ന് പറയണേ. പക്ഷെ സാധാരണ ഒരു നാട്ടുമ്പുറത്തൊരാളുടെ അപ്പനും അമ്മയ്ക്കൊക്കെ ഒരു ഇത് കാണുമല്ലോ, ഇന്നതാകണം എന്നുള്ളത്. അങ്ങനെ എനിക്ക് എന്റെ ഇപ്പൊ ഈ ചെയ്യുന്ന ജോലിയിൽ ഞാൻ ഹാപ്പിയാണ്, നല്ല ഇതായിട്ട് പോകുന്നു. നഴ്സിംഗിനേക്കാൾ കൂടുതൽ ഇഷ്ടം മോഡലിംഗ് തന്നെയാണ്. ഇത് തന്നെയാണ് എനിക്കിഷ്ടം. എനിക്ക് പബ്ലിക്കിൽ അറിയപ്പെടണമെന്നല്ല, ഞാൻ ചെയ്യുന്ന ജോലിയിൽ എനിക്കത് ഓക്കെയാണ്. ആളുകൾ ഇപ്പൊ പറയൂലേ, നല്ലൊരു ജോലി നഴ്സായിരുന്നു, എന്നിട്ട് എന്തിനാണ് ഈ കുട്ടി ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട്? നല്ലൊരു ജോലിയുള്ള ഒരു സിനിമയിൽ അഭിനയിക്കുന്നില്ല ജോലി കളഞ്ഞിട്ട്. അല്ല, എന്തെല്ലാം ജോലികൾ ചെയ്യുന്നു ആൾക്കാര്. ഞാൻ പറഞ്ഞില്ലേ, 100 കുടം നമുക്ക് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാലും ഇതുങ്ങളുടെ നമുക്ക് കെട്ടാൻ പറ്റില്ല. മനുഷ്യരുടെ സംസാര രീതികളെ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഇപ്പൊ എന്നെ കാണുമ്പോൾ നല്ല വർത്തമാനം പറയും, ഇൻസ്റ്റാഗ്രാമിൽ മോശ കമന്റ് ഇടും. പക്ഷെ ആ മോശ കമന്റ് ഇട്ട് കഴിഞ്ഞിട്ട് എന്നെ എവിടെയെങ്കിലും കാണുമ്പോൾ ഇത് ചേച്ചിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഓടി വരുന്നു. അപ്പൊ നമുക്ക് ഇതിന് കോമൺ ആയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നമുക്ക് സ്വാഭാവികമായിട്ടും ഇതിനെ തള്ളിക്കൊണ്ടു നടന്നിട്ട് ചേട്ടൻ എന്നെ ഇന്നത് പറഞ്ഞില്ലേ, ചേട്ടൻ എന്തിനാണ് ഇപ്പൊ എനിക്ക് വന്നിട്ട് ഹായ് തരുന്നത് എന്ന് നമുക്ക് ചോദിക്കേണ്ട ഒരു ഇതുമില്ല. അതവിടെ പറഞ്ഞു, അതവിടെ തീർന്നു. ഏറ്റവും വൈറലായിട്ടുണ്ടായിരുന്ന ഒരു ഫോട്ടോഷൂട്ട് പച്ചക്കറി ഫോട്ടോഷൂട്ടാണ്. എങ്ങനെ കിട്ടി ആ ഒരു ഐഡിയ? കഴുത്തില് ക്യാരറ്റ്, ഇത് ബ്രിഞ്ചാൾ വെക്കുന്നു, ഒരു അപ്പർ ചെസ്റ്റിന്റെ അവിടെ എങ്ങനെ കിട്ടുന്നു ഇത്തരത്തിലുള്ള ഒരു വെറൈറ്റി കണ്ടന്റ്? ആ കണ്ടന്റ് അല്ലായിരുന്നു വൈറൽ എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ആ ഒരു ഡിലീറ്റ് ചെയ്തു ഓൾറെഡി. പിന്നെ ആ കണ്ടന്റ് അല്ലാതെ ലെസ്ബിയൻ ഗേൾഡിന്റെ ഒരു ഓർണമെന്റ് ഷൂട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. അത് വൈറലാണ്. എല്ലാ ചാനലുകളിലും എല്ലാ ആൾക്കാരുകളും ലെസ്ബിയൻ കണ്ടന്റ് ആയിരുന്നു. അത് ഏറ്റെടുത്തൊരു ജുവൽസിന്റെ പരസ്യമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മീൻ വെട്ടുന്ന ഒരു പുള്ളിയുടെ ഷൂട്ട് ഉണ്ടായിരുന്നു.
അടുക്കളക്കാരി ജാനുവിന്റെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറെ കണ്ടന്റുകൾ മെയിൻ എന്ന് പറയുന്നത് ഈ പച്ചക്കറിയുടെ നമ്മൾ ചെയ്തു പോയി, അത് കൂടുതൽ ഇതായില്ല. മറ്റേ ഉള്ള ഒരു കണ്ടന്റുകളാണ് നല്ല റീച്ചിലേക്ക് പക്ഷെ പോയത്. പച്ചക്കറിയുടെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. വെറൈറ്റി ആയിട്ടുള്ള ഒരു കഴുത്തിലാണെങ്കിൽ ക്യാരറ്റ് വരുന്നു. നമ്മൾ ഇതുവരെ കാണുന്നില്ലല്ലോ അങ്ങനത്തെ ഒരു കണ്ടന്റ്. അത് എവിടോ ഇത്തോപ്യക്കാര് ഒരു ഷൂട്ട് ഈ ചെയ്തിട്ടുണ്ട്. കണ്ടന്റ്സ് ഒക്കെ സ്വന്തമായിട്ടുള്ള ഐഡിയ ആണോ അതോ സ്വന്തമായിട്ട്. ക്യാമറമാൻമാര് അല്ലല്ല, ഐഡിയാസ് പറഞ്ഞു? സ്വന്തമായിട്ട്. നമുക്കാരുടെയും ഇത് വേണ്ട. പിന്നെ മറ്റുള്ളവർ ഇടുന്നതില് നമുക്കിപ്പം നമ്മുടെ മലയാളികളല്ല, ഫോറിൻസ് കൺട്രിയിലെ ആൾക്കാർ ഇടുമ്പോഴത്തേക്ക് നമുക്കത് കണ്ടിട്ട് ഇഷ്ടം തോന്നുമ്പോൾ നമ്മളത് വ്യത്യസ്തത എന്തെങ്കിലും അതിൽ കൊണ്ടുവരാൻ പറ്റും. ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടന്റ് സ്വന്തമായി ചെയ്തതിൽ ഈ ലെസ്ബിയൻ ഫോട്ടോഷൂട്ട് ആണോ ഇഷ്ടം? അത് ഞാൻ ചെയ്തതല്ല, അത് ഫോട്ടോഗ്രാഫറുടെ ഐഡിയ ആയിരുന്നു. എന്നാലും ഇതുവരെ ചെയ്ത കണ്ടന്റിൽ ഏറ്റവും ഇഷ്ടം ഏതായിരുന്നു? അങ്ങനെ നമുക്ക് അറിയാം. ഇപ്പൊ ഞാൻ ഇത് ഇവിടെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് അവർക്ക് എല്ലാവർക്കും ഒരു മോശം വരും. കാരണം മോശമല്ല, അവർക്കൊരു ഇഷ്ടമല്ലേ, അയ്യോ ഇവളെ എന്റേത് പറഞ്ഞില്ലല്ലോ അത് എല്ലാവരുടെയും പിക്ചേഴ്സ് ഇഷ്ടമാണ്. പിന്നെ നമ്മൾ പറയില്ലേ, നമ്മുടെ ഫോണിൽ നമ്മൾ എവിടെങ്കിലും ഒക്കെ വെച്ച് എന്തെങ്കിലും കണ്ടന്റ് എടുക്കുന്നു, അത് നമുക്ക് ഇഷ്ടമാണ്. പിന്നെ എല്ലാ ഫോട്ടോഗ്രാഫേഴ്സും എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇതാണ്. ഒരാളെയും ഞാൻ ഇന്നതെന്നും പറഞ്ഞ് ഗ്രേഡോ അല്ലെങ്കിൽ അവരുടെ ഇത് കൊള്ളൂല്ലെന്നോ ഒരിക്കലും ഒരാളിനോടും പറഞ്ഞിട്ടില്ല. എല്ലാം ഫോട്ടോഗ്രാഫേഴ്സ്. സന്തോഷം തോന്നിയ ഒരു ഷൂട്ട് ഏതായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. അത് അടയാളപ്പെടുത്തി അങ്ങനെ ഒരാളുടെതും പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരാളെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ കണ്ടന്റ് എല്ലാം പ്രിയപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഒരു പിക്ചേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആ പിക്ചേഴ്സിനെ എനിക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ഇപ്പം മഹാദേവൻ തമ്പി ചേട്ടനാണേലും മറ്റുള്ള ഫോട്ടോഗ്രാഫേഴ്സ് ആണേലും എനിക്ക് ആരെയും മാറ്റി നിർത്താൻ പറ്റില്ല. കാരണം എനിക്ക് എന്റെ ഓരോ ഇതിലും എനിക്ക് ഉയർച്ചകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഫോട്ടോഗ്രാഫേഴ്സിന്റെ ഐഡിയാസ് മുഖേനയും എന്റെ ഐഡിയാസിലോ ആണ് ഞാൻ ഇങ്ങനെ കയറി വരുന്നത്. അല്ലാതെ ഇപ്പം ഒരാളെ ഞാൻ മാറ്റി നിർത്തുമ്പോൾ നാളെ നീ എന്റെ പേര് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു വരില്ലല്ലോ. അപ്പൊ എനിക്ക് എല്ലാവരുടെയും കണ്ടന്റുകൾ, ഇപ്പൊ നമ്മൾ ഒരാൾ എടുത്തു പോകുമ്പോൾ ആദ്യത്തെ ഷൂട്ടിനേക്കാളും കുറച്ചും കൂടെ മറ്റൊരാൾ എടുത്തപ്പോൾ അത് ഭംഗിയുണ്ട് എന്നുള്ളത് തോന്നും, സ്വാഭാവികമാണ്. പക്ഷെ അത് ഒരാളെയും നമ്മൾ ഏറ്റക്കുറച്ചിൽ കാണുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. അത് നേരെ പോവാ. അത് കണ്ടന്റുകളിൽ എനിക്കിഷ്ടം എല്ലാവരും എടുത്തത് ഒരുപോലെയാണ്. ഇപ്പൊ നമ്മൾ പറയത്തില്ല നമുക്ക് കപ്പയും മീൻകറി ഇഷ്ടമാണെന്ന് പറയില്ലേ, അതേപോലെ എനിക്ക് എല്ലാ ഫുഡുകളും ഇഷ്ടമാണ്. എനിക്ക് കഴിക്കേണ്ടത് ഞാൻ കഴിക്കത്തുള്ളൂ, ഫുഡുകളെല്ലാം ഇഷ്ടമാണ്. അതേപോലെ ഫോട്ടോസ് ഇഷ്ടം. അതിനുള്ളിൽ എന്തോ ഒരു ഇന്നർ മീനിങ് ഉണ്ടല്ലോ. ഇല്ല സത്യമൊന്നും ഇല്ല. ഈ ഗൗരി സിജി മാത്യു എന്നുള്ളൊരു പേരാണെങ്കിൽ നമ്മൾ അധികം അങ്ങ് ശ്രദ്ധിക്കില്ല. അതിന്റെ മുന്നിൽ ഈ ഗൗരിയും കൂടി വന്നപ്പോഴാണ് ഒരു കോമ്പിനേഷൻ ആയത്. ആ ഒരു ഹിന്ദു നെയിമാണ്, സിജി മാത്യു എന്നുള്ളൊരു ക്രിസ്ത്യൻ നെയിമാണ്. അഭിമുഖത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു സിനിമയ്ക്ക് അഭിനയിച്ചൊരു പേരാണ് ഗൗരി എന്നുള്ളത്, അത് പിന്നീട് പേരായിട്ട് ചേർത്ത് വെച്ചതാണെന്ന്. അത് ഏതോ ഒരു ഇതിൽ പറഞ്ഞാണ്. അതൊക്കെ എങ്ങനെ നോട്ട് ചെയ്ത് വെച്ചേക്കാം? എല്ലാം പഠിച്ചിട്ടാ വരുന്നത്. അപ്പോ ശരിക്കും ഈ ഒരു പേര്, ഈ ഗൗരി സിജി മാത്യു എന്നിട്ടത് ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഒരു ബ്രാൻഡിങ് ആയിട്ട് ഇട്ടതാണോ, വിവാദമാകട്ടെ എന്ന് വിചാരിച്ചിട്ടതാണോ, അല്ലെങ്കിൽ സാധാരണ നേരത്തെ പറഞ്ഞൊരു സിനിമയുടെ ഭാഗമായിട്ട് ഇട്ടതാണോ? ഒരിക്കലും അല്ല. എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഫസ്റ്റ് സമയം സിജി മാത്യു എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ആയിരുന്നു. അത് ഞാനും എന്റെ കൂടപ്പിറപ്പൊക്കെ തമ്മിൽ ഒരു വഴക്കുണ്ടാക്കി. അന്ന് നമുക്ക് അത്ര വലിയ പ്രായമൊന്നുമില്ല. ആ സമയത്ത് ഞാൻ പുള്ളിക്കാരത്തിയുമായിട്ട് വഴക്കുണ്ടാക്കിയപ്പോൾ പുള്ളിക്കാരത്തിയാണ് അതിൻ്റെ അകത്ത് പാസ്വേഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണേ. ഞാൻ അന്ന് ജോലിയായിട്ട് വേറൊരു സ്ഥലത്താണ്, നാട്ടിലല്ല പുറത്താണ്. അപ്പം പുള്ളിക്കാരത്തി ആ സംസാരത്തിൽ എന്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്തു. പിന്നെ പുതിയത് വേണമെങ്കിൽ നീ ക്രിയേറ്റ് ചെയ്തോളാൻ പറഞ്ഞു. ക്രിയേറ്റ് ചെയ്തോളാൻ പറഞ്ഞു കഴിഞ്ഞപ്പം എന്റെ പേരിൽ നമ്മൾ അന്നൊരു സീരിയലൊക്കെ പോകുന്നൊരു സമയമുണ്ട്. ചേട്ടത്തി അനിയത്തിയുടെയും റോളിൽ വരുമ്പം ഒരാളുടെ അനിയത്തിയുടെ പേര് ഗൗരി എന്നും വരും, വേറൊരാളുടെ പേര് വേറൊരു പേരും വരുന്നുണ്ട്. അപ്പൊ ഞാൻ സ്വയം ഒരു പേര് ഇട്ടു, ഗൗരി എന്നിട്ടു. ഞാൻ വന്ന സിനിമയിൽ അതിലെ സവാരി എന്ന് പറയുന്ന ഒരു ഓട്ടിസം ബാധിച്ച പിള്ളേരുടെ മൂവിയിലായിരുന്നു. അതിലും ഗൗരി എന്നാണ് ടീച്ചർ ക്യാരക്ടറായിരുന്നു ഞാൻ ചെയ്തത്. അത് കുറെ വർഷങ്ങളായി. ആ പേര് അന്നിട്ടു. ഇട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും, അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും, ഇപ്പം ഗൗരി എന്ന് പറയുമ്പോൾ അതൊരു ഹിന്ദു നെയിമാണ്, സിജി എന്ന് പറയുമ്പോൾ അതൊരു ക്രിസ്ത്യൻ നെയിമാണ്. ഇനി മുസ്ലിമിന്റെ പേരോട് ഇടാൻ പറ്റിയായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ ഇട്ടേനായിരുന്നു. ഇനി അതിന്റെ അകത്ത് കേറില്ല. ഗൗരി സിജി മാത്യൂസ് എന്ന് പറഞ്ഞിട്ട് ഇനി അടുത്തത് എന്താണ് ഞാൻ ഇടേണ്ടത്? സോഫിയ എന്നും കൂടെ ഇടണ? വേണമെങ്കിൽ ഇടാം. എല്ലാ മതക്കാരും എനിക്ക് ജാതി മതവും അങ്ങനെയൊന്നും ഇല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ മറ്റേ മലയാറ്റൂര് പോയപ്പം എന്റെ ഇതിൽ ഞാൻ ആ വീഡിയോ ഇട്ടു. അപ്പൊ എന്റെ പേജ് മാനേജ് ചെയ്യുന്ന ആ കൊച്ചിന് എന്നോട് പറഞ്ഞു, ചേച്ചി ഇത് ചേച്ചിയുടെ ഫാൻസിന് ചിലപ്പോ ഇഷ്ടപ്പെടില്ല. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ജാതി മത വേർതിരിവ് എനിക്കില്ല. ഇപ്പൊ ഒരാൾ മുറിഞ്ഞു കിടന്നു കഴിഞ്ഞാലും, മുസ്ലിമിന്റെ കൈ മുറിഞ്ഞു കിടന്നാലും ഹിന്ദുക്കളുടെ കൈ മുറിഞ്ഞു കിടന്നാലും
കിടന്നാലും ക്രിസ്ത്യന്റെ കൈ മുറിഞ്ഞു കിടന്നാലും ഞാൻ അവരെ എല്ലാം പോയി സംരക്ഷിക്കും. എനിക്ക് ജാതിയോ മതമോ വേർവ്യത്യാസമോ ഒന്നും കാണിക്കുന്ന ഒരാളാണ്. അതല്ലെങ്കിൽ അറിയുന്നവർക്ക് ഫുൾ ആൾക്കാർക്കും അറിയാം ഞാൻ ഇന്ന ഒരു ക്യാരക്ടറാണെന്ന്. കാരണം ഈ ഫ്ലഡ് ഉണ്ടായ സമയത്തും ഞാൻ ഒരുപാട് പേർക്ക് ഹെൽപ്പ് ചെയ്ത ഒരാളാണ്. അപ്പൊ അത് ജാതി മതം നോക്കിയിട്ടല്ല. അപ്പൊ എന്റെ ഒരു പേരിൽ ജാതി മതം ഒന്നുമില്ല. ഞാനായിട്ടാണ് പോകുന്നത്. എനിക്ക് ഒരു മുസ്ലിമിന്റെ പേരോ അല്ലെങ്കിൽ സിജി മാത്യു എന്ന് ക്രിസ്ത്യൻ ആ ഒരു നെയിമിൽ തന്നെ എനിക്ക് അതിനോട് ഇതില്ല. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പേരിൽ മതവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒരു മതവും ഇല്ല. മുസ്ലിം പള്ളിയിൽ കയറാൻ പറ്റിയായിരുന്നെങ്കിൽ ഞാൻ മുസ്ലിം പള്ളിയിൽ കയറിയിട്ട് ഞാൻ എന്റെ ഇതായിട്ട് ഞാൻ പോകും. പിന്നെ ക്രിസ്ത്യൻ പള്ളിയിൽ പള്ളികളിൽ ഞാൻ അങ്ങനെ കയറാറില്ല, പള്ളിയിൽ പോകാറില്ല. നമുക്കൊരു എന്തെങ്കിലും ഒരു നേർച്ചയോ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ഇതിലേക്ക് ഞാൻ പോകുന്നതെന്ന് പറയുന്നത്. ജാതി മതം വേർതിരിവ് എനിക്കൊരു പ്ലാറ്റ്ഫോമിലുമില്ല. നമ്മൾ ഈ സോഷ്യൽ മീഡിയയില് ഇപ്പൊ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടല്ലോ, എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. എന്താണ് ആ സംഭവം? നമ്മളിങ്ങനെ പറയുന്നേക്കാം ഒരു മാസം നമ്മള് ഇത്രയും പഠിച്ച ആൾ അതും കൂടി ഒന്ന് കേറി നോക്കിയാൽ എനിക്ക് മറ്റേ എന്താണ് ഈ സംഭവം നോക്കാൻ വേണ്ടിട്ട് നിങ്ങളുടെ അല്ല, ഞാൻ വേറെ ആരുടെ ഇതിലിങ്ങനെ നോക്കി. എനിക്കിത് എന്താണെന്ന് അറിയില്ല. ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഞാൻ നോക്കിയപ്പോ 299 399 അങ്ങനെ എന്താണ് ഈ കണ്ടന്റ്സ് ഇതിലിടുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ സംഭവം? ഈ സബ്സ്ക്രിപ്ഷൻ കൊണ്ട് നിങ്ങൾക്ക് വല്ല ഗുണമുണ്ടോ? പൈസ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ലേ? ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ഉണ്ടോ? ഇല്ല. അത് എന്തുകൊണ്ട് അപ്ഡേറ്റ് അക്കൗണ്ട് ഓക്കെ ആക്കിയത് പ്രൊഫഷണൽ അക്കൗണ്ട് ആക്കിയില്ല? ഞാൻ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളല്ല, അധികം ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ഒരാൾ അല്ല. സോഷ്യൽ മീഡിയയിൽ എന്താണ് ഉപയോഗിക്കുന്ന ഒരു ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഇത്? ഞാൻ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യും, നോർമലി ഫ്രണ്ട്സ് ആയിട്ടുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്യും. ജീവിക്കാൻ എന്താണ് വരുമാന മാർഗം? ഇപ്പൊ നിങ്ങൾ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇരുത്തിയപ്പോ ഞാൻ തിരിച്ച് നിങ്ങളോട് ചോദിക്കുകയാണ്. ഞാനൊരു മീഡിയ പേഴ്സൺ ആണ്, ഞാൻ ആങ്കറിംഗ്. നിങ്ങൾക്ക് ഒരു ദിവസം ഒരു മാസം മന്ത്ലി സാലറി എത്ര കിട്ടും? അത് വെളിപ്പെടുത്താൻ പറ്റൂല. എന്തായാലും ഒരു 20-നുള്ളിൽ കിട്ടോ? അത് കിട്ടും. നിങ്ങൾക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള വരുമാനം ഉണ്ട്. ഞാൻ എന്റെ സോഷ്യൽ മീഡിയയില് സബ്സ്ക്രിപ്ഷൻ ഇൻസ്റ്റാഗ്രാമിനുണ്ട്, ഫേസ്ബുക്കിനുണ്ട്, സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇൻകം ഉണ്ട്. ഞാൻ നോക്കുന്നത് എനിക്ക് ജീവിക്കണം. ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ല എന്ന് പറയുമ്പോൾ ഒരാളെ സഹായിക്കണം. എനിക്ക് സോഷ്യൽ മീഡിയയിൽ ചാറ്റിങ്ങിൽ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പൈസ കിട്ടില്ല. കാരണം എനിക്ക് മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ട്. വെറുതെ വീട്ടിൽ ആളുകളെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ്. ആളുകളെ സഹായിക്കാനല്ല, ഞാൻ പറഞ്ഞു വരട്ടെ. ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്കൊരു ഇൻകം ഉണ്ട്. ഒരു കമ്പനി എന്നോട്, ഒരു കമ്പനിയാണിത്, അല്ലാതെ വെറുതെ ഒരാൾ കയറിയിട്ട് ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യത്തില്ല. ഇപ്പൊ മെറ്റ എനിക്ക് പേയ്മെന്റ് തരുന്നത് പോലെ ഒരു സോഷ്യൽ മീഡിയയിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നോട് ഇതുപോലെ സംസാരിക്കുന്നു, നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ഇടാൻ താല്പര്യമുണ്ടോ, ഇന്നതുപോലൊരു സോഫ്റ്റ്വെയർ ആണ്, അതിൽ നിങ്ങളുടെ കണ്ടന്റുകൾ. ഞാൻ ചോദിക്കുന്നത് എന്റെ ഇന്നേഴ്സിലെ ബിക്കിനി ചിലപ്പോൾ സെമി നൂഡായിരിക്കാം, ഫുൾ നൂഡായിരിക്കാം. അത് ഞാൻ ചെയ്യുന്ന ഇപ്പൊ ഫസ്റ്റ് നിങ്ങൾ എന്നോട് ചോദിച്ചു ബോഡി ആർട്ട് ചെയ്യുന്നുണ്ട്, മോഡലിംഗ് ചെയ്യുന്നു, അതിൽ ഇതിലേക്ക് വരുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചില്ലേ? അപ്പൊ എനിക്കിഷ്ടമുള്ള ഒരു ജോലിയാണ് ഞാൻ മോഡലിംഗ് ചെയ്യണേന്ന് പറയുന്നത്. അതിലെനിക്കൊരു ബോഡി ആർട്ട് അല്ലെങ്കിൽ സെമീനോട് ഈ കണ്ടന്റ് സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ഇടണ്ടല്ലോ, എനിക്ക് അവിടെ നിന്ന് കാശ് കിട്ടത്തില്ലേ? മെറ്റയിൽ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും മെറ്റയിൽ നമുക്ക് അൽഗോരിതത്തിന് റിപ്പോർട്ടല്ലേ. സെമീനോട് ഫുൾ നോഡ് ഇതിനകത്ത് ഇടുമ്പോഴത്തേക്ക് ഫുൾ നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ നമ്മൾ നമ്മുടെ അതല്ല, നമ്മൾ നമ്മുടേതായ പ്രൊഫഷണൽ ആയിട്ട് നമ്മളൊരു വർക്ക് ചെയ്യണോ, ആ വർക്ക് ചെയ്യുന്നതിന്റെ പേയ്മെന്റ് നമുക്ക് അവർ തരുന്നു. അല്ലാതെ ഇത് വലിയ ആനക്കാരി സബ്സ്ക്രിപ്ഷൻ, അത് മോശമാണ്, അവിടെ പോൺസൈറ്റ് ആണ്, ഇതൊന്നും അല്ല. നമ്മുടെ ഇന്നേഴ്സ് ബിക്കിനി അങ്ങനെ ഇടുന്ന കണ്ടന്റുകൾ നമ്മൾ അവിടെയും കൂടി ഇടുന്നു, നമുക്ക് അവിടെ നിന്ന് വരുമാനം കിട്ടുന്നു. ഇതിപ്പോ ഒരു മാസം എത്ര വരുമാനം ഏകദേശം? കോടികളൊന്നും ഇല്ല, ഞാനിപ്പോ കണ്ടന്റ് ഇടുന്നില്ല. നേരത്തെ ഇട്ട സമയത്ത് ശരിക്കും ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല, അതുകൊണ്ടാണ് കണ്ടന്റ് ഇടുന്ന സമയത്ത് നമ്മളിപ്പം പറഞ്ഞില്ലേ, സബ്സ്ക്രിപ്ഷൻ ഇടുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഇൻകം വരും. നമ്മൾ ഒന്നും ഇപ്പം കണ്ടന്റ് ഇടാത്തത് കൊണ്ട് നമുക്ക് ആ ഒരു വരുമാനം എല്ലാം ഡെയിലി ഇത് നമ്മൾ എന്താ പറയാ സോഷ്യൽ മീഡിയ റീൽ പോസ്റ്റ് ചെയ്യത്തില്ലേ, സെയിം അതേപോലെ നമ്മൾ കണ്ടന്റ് ഇടണം. നമ്മൾ അങ്ങനെ ഇടാത്തത് കൊണ്ട് അതിലപ്പോ ഈ കമന്റ്സ് ഒക്കെ വരുമോ? അതിൽ ചാറ്റ് ഉണ്ട്, കോഫി ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കോഫിയുടെ ഒരു വിവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്റെ കൂടെ കോഫി അതിൻ്റെ അകത്തൊരു സബ്സ്ക്രിപ്ഷനിൽ ഒരു 30-40 അങ്ങനെ കണ്ട് ഇട്ടിട്ടുണ്ട്. ഈ കോഫി കുടിക്കാൻ ഗൗരിയുടെ കോഫി കഴിക്കാനാണെങ്കിൽ ഇത്ര രൂപ മുടക്കണമെന്നും പറഞ്ഞ്. നമ്മുടെ 10 രൂപയുടെ ചായക്ക് എനിക്ക് എന്റെ മൂല്യം വേറെ രൂപയായിരുന്നു അതിന്റെ അകത്ത് ഫസ്റ്റ് സ്റ്റാർട്ട് ഇവരിട്ടത് 30 എങ്ങാണ്ടാണ്. ഞാനല്ല അതിന്റെ അകത്ത് 30 30 ഇട്ടത്. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂസിൽ പറഞ്ഞപ്പം ഗൗരിയുടെ കൂടെ ചായ കുടിക്കാൻ 30,000. അതെ, നിങ്ങളിപ്പോ എനിക്കൊരു വെള്ളം തന്നതിന്റെ വില എത്രയാണ്?
എന്തായാലും ഒരു 100-150 രൂപയായിട്ടില്ലേ. അതേപോലെ എന്റെ കൂടെ ഒരു കോഫി കുടിക്കണമെങ്കിൽ ശരിക്കും അങ്ങനെ ആളുകൾ വരുമോ 30,000 രൂപ പറയട്ട്, ഞാൻ പറഞ്ഞു വരുന്നതല്ലേ ഉള്ളൂ. അപ്പൊ ഈ കണ്ടന്റില് 30,000 സബ്സ്ക്രിപ്ഷൻ, ഒരു കോഫി കുടിക്കാൻ ഒരു 30,000 രൂപ. ഞാൻ ചോദിക്കുന്നത്, ഞാൻ നിങ്ങളുടെ കൂടെ ഒരു നൈറ്റ് ഒന്നും അല്ലല്ലോ ഞാൻ ചോദിച്ചേ. ഞാൻ ചോദിച്ചത് ഒരു 30,000 രൂപ. ഞാനല്ല ഇട്ടത്, അതിന്റെ മാനേജ് ചെയ്യുന്ന ടീമുകളാണ് ഇട്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു 10 രൂപയുടെ ചായക്ക് 30,000. ഇവിടെ 5 സ്റ്റാർ ഹോട്ടലിൽ പോയിരുന്നു കഴിഞ്ഞാല് ഇതുപോലെ നല്ലൊരു ഇതിലിരിക്കണമെങ്കിൽ ഒരു 10 എന്താ പറയാ ഇത്രയും കൊടുക്കണ്ടേ. ആ ഒരു 1,500 രൂപയുടെ ചായ കുടിക്കാൻ നമ്മൾ ഇവിടെ കേറില്ല. ഇവിടെ ഒരു ഷോപ്പ് ഉണ്ടല്ലോ ഇവിടെ. അല്ല, ഞാൻ ശരിക്കും ചോദിക്കുന്ന അങ്ങനെ ആളുകൾ വരുമോ? ഇത് കേക്കുഞ്ഞേ, അതിന്റെ അകത്ത് നമ്മൾ ഈ കണ്ടന്റ് ഇട്ട് കഴിഞ്ഞിട്ട് മീറ്റപ്പ് ചോദിച്ചുകൊണ്ട് വരുന്ന ഗൗരി മുടക്കാം. ലാസ്റ്റിൽ ഞാൻ പറഞ്ഞു ചേട്ടാ വേണ്ട വേണ്ട, കാരണം എന്റെ പേഴ്സണൽ നമ്പർ കൊടുക്കണം. ഇത് ലാസ്റ്റ് പയ്യാവേലിയാണ്. കാരണം അതില് സബ്സ്ക്രിപ്ഷനിൽ നമ്മൾ ആ 30,000 ഇട്ടിരിക്കുന്നതാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്ന് വരെ ഒരാളുമായിട്ടും ഒരു കോഫിക്ക് പോലും ഞാൻ പോയിട്ടില്ല. കാരണം ഒരിടത്തും അങ്ങനെ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് എന്ത് പണി വേണേലും ഞാൻ ചെയ്യാം. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു കണ്ടന്റ് വെച്ചിട്ട് 30,000 മുതല് അത് 5 ലക്ഷം വരെ എത്തി. ഈ ഒരു കണ്ടന്റ് വെച്ച്. കാരണം അത് സോഷ്യൽ മീഡിയയിൽ ഫുൾ വിവാദമായി കൊണ്ടിരിക്കുന്ന ഒരു ചായ. അത് ഒരുപാട് ലേഡീസ് ഇതിന്റെ ഇത്രയും കണ്ടന്റിന്റെ ഇത് കട്ട് ചെയ്തിട്ട്, ഫുൾ ഞാൻ പറയുന്നത് എന്താണെന്നില്ല, പക്ഷെ ഈ പകുതി കട്ട് ചെയ്തിട്ട് അവർക്ക് വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഇവരിത് കോപ്പിയാക്കി കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോ എന്തുവാ, ഹെൽത്ത് മീഡിയ മറ്റുള്ള സോഷ്യൽ മീഡിയകളിലെല്ലാം എന്താ, ഗൗരിയുടെ കൂടെ ചായ കുടിക്കണമെങ്കിൽ 5 ലക്ഷം രൂപ, 30 മുതൽ 60 മുതൽ 5 ലക്ഷം വരെ. 2 ചായ കുടിച്ചപ്പോ 10 ലക്ഷം കിട്ടുമല്ലോ. ഇത് കേൾക്കാം, അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്. പക്ഷെ ഞാനിത് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ആ സബ്സ്ക്രിപ്ഷനിൽ ഈ ഇന്റർവ്യൂസ് ചെയ്യുന്ന ആള് കയറിയിട്ട് നോക്കിയിട്ടുണ്ട്. ഈ നോക്കിയിട്ടുള്ളതെന്ന് പറയുന്നത് അതിന്റെ അകത്ത് 30,000 കിടപ്പുണ്ട്. ഇപ്പോഴും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. അതിൽ ആ മെസ്സേജ് അതേപോലെ കിടപ്പുണ്ട്. അപ്പൊ ഈ പറഞ്ഞത് പുള്ളിക്കാരനോട് പറഞ്ഞതിന്റെ അകത്ത് നിന്ന് ഇത്ര എടുത്തിട്ട് 30,000 ഗൗരിയുടെ കൂടെ ചായ കുടിക്കണമെങ്കിൽ ഒരു 30,000 രൂപ. പക്ഷെ അതിന്റെ അകത്ത് ഇന്റർമീനിങ് വേറെ ഓരോ കാര്യങ്ങളാണ്. നമ്മൾ ചെയ്യാത്തൊരു കാര്യം, ഇന്ന് വരെ എന്റെ കൂടെ ഒരു മനുഷ്യൻ പോലും കോഫി അടിക്കാനും വന്നിട്ടില്ല. ഞാനൊട്ട് പോയി ഇപ്പം ക്ലിയർ ആക്കിയെന്ന് പറഞ്ഞാൽ ഞാനൊട്ട് പോയിട്ടില്ല, എന്റെ കൂടെ വന്നിട്ടില്ല, ഞാനൊട്ട് ചെയ്തിട്ടുമില്ലാത്ത കാര്യം. പക്ഷെ ഞാനൊരു ഇന്റർവ്യൂസിൽ അത് പറഞ്ഞതാണ്. ആ പുള്ളി ചോദിച്ചതിന് മറുപടി, ആ ശരി, എനിക്ക് എന്റെ കൂടെ ചായ കുടിക്കണമെങ്കിൽ 30,000 മുടക്കണം. നമ്മളെല്ലാവരും ജീവിക്കുന്നത് എന്തിനാണ്? കാശിന് വേണ്ടിയിട്ടല്ലേ, അല്ലാതെ വേറൊന്നിനും വേണ്ടിയിട്ടല്ലല്ലോ. നമ്മൾ ഒരു കിലോ അരി മേടിക്കണമെങ്കിലും കാശ് കൊടുത്തു കഴിഞ്ഞാലേ കിട്ടത്തുള്ളൂ. ഒരു പാല് വേണമെങ്കിലും 28-30 രൂപ കൊടുത്തു കഴിഞ്ഞാലേ കിട്ടത്തുള്ളൂ. വെറുതെ ആരും നമുക്ക് കൊണ്ട് തരത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് സ്വാഭാവികമാണ്. അതിന്റെ അകത്ത് വിവാദമായി ഇങ്ങനെ കിടന്ന് ആലോചിക്കും, ഒരു ചായ കുടിക്കാൻ 30,000 ഒക്കെ മുടക്കി ഇത്രയും ആൾക്കാരൊക്കെ. അപ്പൊ സെലിബ്രിറ്റീസിന്റെ കൂടെ പോലും 5-15 ഒക്കെ മുടക്കി പോകുന്നവരും ഇല്ലേ? സ്വാഭാവികം. നമ്മളുടെ ഇതില് നമ്മൾ നേരെ പോകും. ഇതില് പകുതി നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അറിയണില്ല. എന്തോരം കാര്യങ്ങൾ നടക്കുന്നത് നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയകളിൽ വരുമ്പോഴല്ലേ അറിയുന്നത്. ഇത് സോഷ്യൽ മീഡിയയിൽ ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞാൻ ഇരുന്ന് ചിന്തിച്ചു. ഞാൻ പറയാത്തൊരു കാര്യമാണ്. എന്റെ കൂടെ ആരും കോഫി കുടിക്കാൻ വന്നിട്ടില്ല. അതിന്റെ അകത്ത് കിടക്കുന്ന സബ്സ്ക്രിപ്ഷൻ, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ന്യൂഡ് കണ്ടന്റ് ചെയ്താലും സെമി ന്യൂഡ് കണ്ടന്റ് ചെയ്താലും ഞാൻ മോശം എന്ന് പറയുന്ന ഒരു ഇതില് നമ്മളില്ല. കപ്പിളായിട്ട് നമ്മുടെ കണ്ടന്റുകളിൽ ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, അല്ലാതെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഗൗരി മോശം ചെയ്യുന്ന എന്തെങ്കിലും? ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ സെമി ന്യൂഡ് കണ്ടന്റ് കണ്ടിട്ടുണ്ട്. പക്ഷെ ന്യൂഡ് കണ്ടന്റ്സ് നമ്മൾ ഇടാൻ പറ്റത്തില്ലല്ലോ. ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കിലോ ഇത് തരത്തില്ല, നമുക്ക് ആക്സസ് തരത്തില്ല. കാരണം റിപ്പോർട്ട് വരും അൽഗോരിതത്തിന്. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ എന്തോ ഒരു ഇതുണ്ട്, എനിക്കറിയില്ല. അതിന്റെ മെറ്റയുമായിട്ടുള്ള ഇതാണ്. നമുക്ക് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഞാൻ എപ്പോ ഇട്ട് കഴിഞ്ഞാലും അതിന് റിപ്പോർട്ടാണ്. ഞാൻ ഓൾറെഡി ന്യൂഡ് കണ്ടന്റ്സ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സെമി ന്യൂഡും ചെയ്തിട്ടുണ്ട്. തമ്പിച്ചേട്ടന്റെ ഒരു ഓർണമെന്റ്സ് ഷൂട്ട് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഷൂട്ടിന്റെ ഞാൻ ഒറ്റയ്ക്കുള്ളതുണ്ട്. അതിട്ടു 3-ാമത്തെ ദിവസം റിപ്പോർട്ട് വന്നു. കാരണം അതിലൊന്നും കാണുന്നില്ല, ജസ്റ്റ് ഓർണമെന്റ്സ് മാത്രമേ. പക്ഷെ അത് ഞാൻ ഒറ്റയ്ക്കുള്ള കണ്ടന്റ് ഉണ്ടായിരുന്നു. പക്ഷെ അത് റിപ്പോർട്ട് വന്ന് അക്കൗണ്ട് പൂട്ടിച്ചു. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഈ ന്യൂഡ് കണ്ടന്റ് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്റെ വരുമാന മാർഗം നേരെ പോ, അതിന്റെ അകത്ത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നു. വേണമെങ്കിൽ ആരെങ്കിലും പോയിട്ട്. എത്ര അക്കൗണ്ട് ഇതുപോലെ പൂട്ടി പോയിട്ടുണ്ട്? ഒരു 3-4 എണ്ണം പോയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തളരില്ല, വീണ്ടും അക്കൗണ്ടുകൾ. എന്തിനാണ് തളരണത്? ഞാൻ ചോദിക്കണേ, ഞാൻ കഷ്ടപ്പെട്ടാണ് മുൻപോട്ട് വരുന്നത്. മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യണില്ല. ഒരു മനുഷ്യനോട് ചേട്ടാ എനിക്കൊരു 50,000 രൂപ താ എന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരാൾ പോലും എന്റെ അക്കൗണ്ടിൽ വന്നിട്ട് ഗൗരി ഒരാൾക്ക് പൈസ തരാനുണ്ടെന്ന് പറയില്ല. ഞാൻ ഒരാളുടെ കയ്യിൽ നിന്നും കടം മേടിച്ചിട്ടില്ല, കൊടുക്കാനും ഇല്ല. അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ടും നമുക്ക് എവിടെ വേണേലും സത്യസന്ധമായിട്ട് പറയാം, ഞാൻ ആരുടെ കയ്യിൽ നിന്നും മേടിച്ചിട്ടില്ല. നേരെ പോ.
അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. അത് ചേച്ചി പറഞ്ഞോളൂ, ഈ കമന്റ് ഇടുന്നവരാരും നമുക്ക് അരി വാങ്ങി തരില്ലല്ലോ. ഒരു നേരത്തെ ഭക്ഷണം തരില്ല. അരിയുടെ കാര്യം പോട്ടെ, ഒരു നേരത്തെ ഭക്ഷണം പോലും തരില്ല. ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിൽ ഇപ്പൊ എന്റെ കൂടെ വന്നിട്ട് കോഫി കഴിക്കും, ഫുഡ് കഴിക്കാൻ എല്ലാം വരും. പക്ഷെ എനിക്കൊരു ആപത്ത് വരുമ്പോൾ ഇവരാരും കാണില്ല. എനിക്ക് എന്റെ അച്ഛനോ എന്റെ അമ്മയ്ക്കോ അല്ലെങ്കിൽ എന്റെ കൂടപ്പിറപ്പിനോ ഒരു ആവശ്യം വന്നിട്ട് എനിക്കൊരു 10,000 രൂപ ഇങ്ങോട്ട് താന്ന് പറയുമ്പോൾ ഈ പറയുന്ന വ്യക്തികൾ ആരും കാണില്ല. നമുക്ക് നമ്മളേ ഉള്ളൂ. ആ ഒരു ബോധ്യം എനിക്ക് ഉണ്ടായത് കൊണ്ട് ഞാൻ നേരെ പോയി എന്നും പറഞ്ഞിട്ട് ഒരിടത്തും ഞാൻ പറഞ്ഞല്ലോ, എന്നെ കുറിച്ച് ഇങ്ങനെ കുറച്ച് ട്രോളുകളല്ലാതെ ഒരിടത്തും ഒരു മോശമായിട്ട് ഗൗരി ബിക്കിനി ചെയ്യും. അത് സ്വാഭാവികം. അത് പറയുന്നത് എപ്പോഴും പണ്ട് കുറെ കാലം കൊണ്ടേ അത് പറയുന്നുണ്ട്. അല്ലാതെ വേറൊന്നും ആരും പറയില്ല. ഈ നേരത്തെ പറഞ്ഞല്ലോ ചെറുപ്പത്തിലെ ഈ ഒരു പട്ടിണി കാര്യങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്തെ ഉള്ളൊരു വാശിയാണോ എങ്ങനെയെങ്കിലും ഒന്ന് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം? ഒറ്റപ്പെട്ട സമയമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ ചില സമയത്ത് ഇപ്പൊ എന്താ പറയുക, നമ്മുടെ വീട്ടുകാരിൽ നിന്ന് നമ്മളപ്പം വലിയ മോഡലോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലോ അല്ല. കാരണം നമുക്ക് നമ്മളുടേതായ ഒരു രീതിയിൽ വരുമ്പോ ഇപ്പൊ എല്ലാരും കാണും. പക്ഷെ അന്നെന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കും. ചിലപ്പം നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്തെ, അപ്പൊ എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ആരും ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ട് തന്നെ നിൽക്കും. അപ്പം നമ്മുടെ ഉള്ളിലെ ഒരു ഇതുണ്ടല്ലോ, എനിക്ക് ഞാനേ ഉള്ളൂ, അല്ലെങ്കിൽ എനിക്ക് എന്റെ ഇപ്പൊ ഒരു പട്ടിക്കുട്ടി ഉണ്ടെങ്കിൽ ആ പട്ടിക്കുട്ടിയേ ഉള്ളൂ, വേറെ ആരും എന്നോട് സംസാരിക്കാനോ മിണ്ടാനോ ഇല്ലെങ്കിൽ ഞാൻ സ്വയം പറഞ്ഞെടുക്കുന്ന ഒരു കാര്യമുണ്ട്. എനിക്ക് ഞാനേ ഉള്ളൂ, നിനക്ക് ഞാനേ ഉള്ളൂ. മിലോ എന്ന് പറയുന്ന ഒരു പട്ടിക്കുട്ടി ഇപ്പൊ ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ എന്ന് പറയാറുണ്ട് സ്വാഭാവികമായിട്ടും. അപ്പൊ ആ ഒരു ചെറുപ്പത്തിലേ ഉണ്ടായിരുന്ന ഒരു വാശിയാണ് ഒരു ഫിനാൻഷ്യൽ ഡിപ്പെൻഡന്റ് ആവണം എന്നുള്ളത്. ഈ നമ്മൾ ഈ ലെസ്ബിയൻ ഫോട്ടോഷൂട്ട്സ് ഒക്കെ ചെയ്യുമ്പോഴേ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു സെക്ഷുവാലിറ്റി സ്ട്രെയിറ്റ് ആണല്ലോ. അപ്പൊ നമുക്ക് ആ സമയത്ത് ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു ക്യൂരിയോസിറ്റി ആണ്, എന്താണ് ആ സമയത്ത് തോന്നുന്നത്? ശരിക്കും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, പക്ഷെ നമ്മള് സ്ത്രീകളുടെ കൂടെ ഫോട്ടോഷൂട്ട് ചെയ്യുന്നത് വളരെ ഇന്റിമേറ്റ് ആയിട്ട് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് ഞാൻ ലെസ്ബിയൻ കോൺസെപ്റ്റ് ഞങ്ങൾ ചെയ്യുമ്പോൾ കമന്റിൽ വന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഒരാളെയും ഞാൻ മോശക്കാരെ ആക്കി വെക്കില്ല. ഞാൻ നല്ലതായിട്ട് വേണം മറ്റൊരാളെ കുറ്റം പറയാൻ. ഒരിടത്തും ഞാൻ ഒരാളെയും കുറ്റം പറയില്ല. പക്ഷെ നമ്മൾ അറിയാണ്ട് എന്റെ കൂടെ വർക്ക് ചെയ്തിട്ട് ഇപ്പൊ ഫോട്ടോഗ്രാഫറിനോട് ഇപ്പൊ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് മോശമായിട്ട് വേണമെങ്കിൽ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാം നിങ്ങൾക്ക് വേണമെങ്കിലും. ഇപ്പൊ നിങ്ങളുടെ ഒരു ക്യാമറമാൻ എന്റെ വർക്കിന് വരുന്നു, അപ്പൊ അവളുടെ കൂടെ ഷൂട്ട് ചെയ്യരുത്, അത് വേണ്ട എന്നും പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കാം. പക്ഷെ അങ്ങനെ ഇതിനൊന്നും ഞാൻ പോകുന്നില്ല. നമുക്ക് മോഡൽ ഇപ്പൊ ലെസ്ബിയൻ ഷൂട്ട് ചെയ്യുമ്പോഴും ഈ ചെയ്തിട്ടും ആൾക്കാർ ഇത്, ഞാൻ പറഞ്ഞില്ലേ, കൊതിഞ്ഞൊണ എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീകളിലും എല്ലാവരിലും അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒരു കാര്യമാണ്, മറ്റുള്ളവരെ പരദൂഷണം പറയുക. അപ്പം ഞാൻ ലെസ്ബിയൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിൽ മറ്റേതാണ് മറിച്ചതാണ്, ഞാൻ അതാണ് ഇതാണ്, ഇവൾക്ക് കുടുംബമില്ല, ചോദിക്കാനും പറയാനും ആരുമില്ല, ഇതെന്താ ഇവളീ കാണിച്ചു കൂട്ടുന്നത്. അതൊരു തീമാണ്. ലെസ്ബിയൻ ഷൂട്ട് ഒരു സ്ത്രീയുമായിട്ട് നമ്മൾ ആ ഒരു ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് പല കാര്യങ്ങളുണ്ട്. മോശമുണ്ട്, നല്ലതുകൊണ്ട്. ഞാൻ അതിൻ്റെ അകത്ത് മോശമായിട്ട് ഞങ്ങൾ ആരും ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ നല്ലൊരു കണ്ടന്റ്, അതൊരു തീം ബേസ് ആണ്. യൂറോപ്യൻ കൺട്രിയിലും മറ്റുള്ള രാജ്യത്തെല്ലാം ലെസ്ബിയൻ ഇപ്പം കപ്പിൾ ഷൂട്ട് ചെയ്യുന്നു, അതൊരു മോശമല്ല. പ്രഗ്നൻസിയുടെ ഷൂട്ട് ഓരോരുത്തർ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരും വയറ് കാണിച്ച് ചെയ്യുന്നവരെല്ലാം മോശക്കാരാണോ? ഇപ്പം പ്രഗ്നൻസിയുടെ ഒരു കുട്ടി ഡെലിവറിയുടെ ടൈമിൽ ഷൂട്ട് വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഞാൻ മോശമാണെന്ന് നമ്മൾ ഇവരുടെ എല്ലാം പോസ്റ്റിന്റെ അടിയിൽ ചെന്നിട്ട് നീ എന്തിനാണ് വയറ് കാണിച്ചതെന്ന് ചോദിച്ചോണ്ട് നമുക്ക് കമന്റ് ഇടാൻ പറ്റില്ല. പക്ഷേ ഈ ലെസ്ബിയൻ ഷൂട്ട് ഞങ്ങൾ ചെയ്യുമ്പോൾ നൂഡല്ല ഞങ്ങൾ ചെയ്യണേ, ബിക്കിനിയാണ്. പക്ഷെ ആ ഒരു തീം സൂപ്പറായിരുന്നു, നല്ല രസമാണ്. ഞാൻ എന്നെ തന്നെ ആസ്വദിക്കുകയാണ്. നമ്മൾ പറയില്ലേ, ഒരു ചെക്കന്മാര് പോകുമ്പോൾ ഒരു മുണ്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടിടാ നിന്നെ എന്ന് പറഞ്ഞ് സ്വയം നമ്മൾ പറയും. അതേപോലെ ഒരു പെൺകൊച്ചു പോകുമ്പോഴത്തേക്ക് കൊള്ളാലോ, നമുക്കത് ഇല്ലല്ലോ എന്ന് സ്വാഭാവികമായിട്ട് ഞാൻ പറയാറുണ്ട്. നമ്മൾ ആസ്വദിക്കാറുണ്ട് മറ്റുള്ളവരുടെ സൗന്ദര്യം കണ്ടിട്ട്. ഇപ്പൊ എനിക്ക് അത്രയും സൗന്ദര്യം ഇല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവരുടെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കും. അതിന് മോശം എന്നുള്ള ഒരു രീതിയിലല്ല. നമുക്ക് കണ്ണുണ്ട്, ദൈവം കണ്ണ് തന്നിട്ടുണ്ട്, എനിക്ക് കാണാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നു, നിങ്ങൾ നല്ല ഡ്രസ്സ് ഇട്ടിരിക്കുന്നു, നല്ല ഭംഗിയുണ്ട്, ഞാൻ വന്നപ്പോഴേ പറഞ്ഞില്ലേ, സ്വാഭാവികമാണത്. അത് നമ്മള് പ്രത്യേകിച്ച് സ്ത്രീകൾ അങ്ങനെ ഇതാക്കുന്നല്ലേ. ആണുങ്ങൾ നമ്മൾ ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഈ സ്ത്രീകളെ നോക്കുന്നത്? പക്ഷെ നമുക്ക് ആളുകൾ മുണ്ടെടുത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ നോക്കുക തന്നെ ചെയ്യും. അത് നല്ല വടിവത്തെ എന്താ പറയുക, പശയൊക്കെ മുറുക്കി നല്ല ഉടഞ്ഞ ആ മുണ്ടെടുക്കുമ്പോ ഉടഞ്ഞൊന്നും അങ്ങനെ ചുളുങ്ങൊന്നും വീഴാത്ത, ഇനി ഉടഞ്ഞു എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും വേണേ ആൾക്കാർ പറയും, ചുളുക് വീഴാത്ത ഷർട്ടും മുണ്ടും എടുത്ത് പോകുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. ഞാൻ നോക്കിയിട്ട് സ്വയം പറയും ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. പക്ഷെ ആ ചേട്ടനോട് പോയിട്ട് നമ്മൾ അടുത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം ചേട്ടാ സൂപ്പറായിട്ടുണ്ട് ഒരുങ്ങി വരുന്നതെന്ന് പറയും. പക്ഷെ നമ്മൾ വണ്ടിയെ പോകുമ്പോൾ നമുക്ക് എന്തായാലും നിർത്തിയിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ ആസ്വദിച്ചങ്ങ് പോകും. ബ്യൂട്ടി ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ഒരാളാണ്. അല്ല, ഞാൻ നേരത്തെ ചോദിച്ചത് എന്താ അറിയോ, നമ്മൾ ഈ ലെസ്ബിയൻ ഫോട്ടോഷൂട്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഷൂട്ട്സ് ആണ് ചെയ്യുന്നത്. ആ സമയത്ത് നമുക്കൊരു ഷൂട്ടിന് പുറത്തൊരു പ്രണയമോ ആ രീതിയിലൊക്കെ തോന്നിയിട്ടുണ്ട്?
ഇല്ല. ഷൂട്ടായിട്ട് മാത്രം കാണുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഈ വർക്ക് കഴിയുന്നു, നേരെ വീട്ടിൽ പോണു. എനിക്ക് ഒരാളുമായിട്ടും യാതൊരു ഇതുമില്ല. കാരണം അത് അവിടെ നമ്മൾ ചെല്ലുന്നു, ആ ഷൂട്ട് ശരീരവുമായിട്ട് ആദ്യം കുറച്ചൊക്കെ ചമ്മലൊക്കെ ഉണ്ട്. ആ ഫോട്ടോസിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഞാൻ ഇരിക്കുന്ന രീതിയും മറ്റേ മറ്റേ മോഡല് നിൽക്കുന്നതും. പക്ഷെ എന്റെ മുഖത്ത് നല്ല ചമ്മലുണ്ട്. എനിക്കൊരു ഇച്ചിരി ഇതൊക്കെ ഉണ്ട്. അത് ഷൈ ഉള്ള ഒരു ഇതാണ്. ഇപ്പൊ ആ ചമ്മലൊക്കെ മാറിയോ? ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ബിക്കിനി ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ എല്ലായിടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. കാരണം ചമ്മല് ഇതാണ്. ഈ നേരത്തെ ഇൻബോക്സിൽ വന്ന് ഇതുപോലെ റോങ് ആയിട്ട് മെസ്സേജ് അയക്കുന്ന പറഞ്ഞ ആളുകളുടെ കൂട്ടത്തില് ഇവര് സെലിബ്രേറ്റഡ് ആയി നമുക്ക് തോന്നുന്ന ആളുകൾ നമുക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? അതായത് ആളുകൾ കുറ്റം പറയുന്നു, ഒരു ഭാഗത്ത് തെറി വിളിക്കുന്നു, പക്ഷെ ഇൻബോക്സിൽ വന്നിട്ട് ആ ഒരു സെലിബ്രേറ്റഡ് അല്ലെ നമ്മൾ അറിയപ്പെടുന്ന ആ രീതിയിലുള്ള ആരെങ്കിലും വന്ന് മോശം പറയോ, അങ്ങനെ എന്തെങ്കിലും കമന്റ് പറയോ? സെലിബ്രിറ്റീസ് വന്നിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് നോക്കുന്ന മാനേജർ ആൾക്കറിയാം. കാരണം ഞാൻ മെസ്സേജുകളൊന്നും ഡിലീറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്ക്രീൻഷോട്ട് കൊണ്ടുപോയി ഒരിടത്തും പോസ്റ്റ് ചെയ്യാറില്ല. അതിന്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇപ്പം നമ്മുടെ ഇപ്പൊ 2-3 പേര് അടുത്ത കാലത്ത് നല്ല വൈറലായിരിക്കുന്ന 2-3 താരങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഗൗരി ഇന്നടുത്ത് മേടിക്കാൻ കിട്ടുമെന്ന് പറയും. അല്ല, അവര് മോശമല്ലത് പറയണേ, നല്ല ഭംഗിയുള്ള ഇന്നടുത്ത് കിട്ടും. കാരണം അത് അവര് ആ ഒരു ഇതിൽ കാണാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഗൗരി നീ അത് ചെയ്യുന്നതേ ജട്ടിയും ഇത് വിട്ട് ചെയ്യുന്ന ആ മോശം എന്നല്ല പറയണേ, കളിയാക്കലല്ല, നല്ല ബ്രാൻഡഡ്, ഇച്ചിരൂടെ നല്ല ബ്രാൻഡഡ്. ഇപ്പൊ ഞാൻ മറ്റേ സാധാരണ എന്താ പറയുക 100 രൂപയുടെ 50 രൂപയുടെ അല്ലേ നമ്മള് സ്റ്റാർ അങ്ങനെ മുതൽ മേളിലോട്ടുള്ള ഷൂട്ടുകളെ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇതിപ്പം കേട്ടിട്ട് വേണമെങ്കിൽ ആൾക്കാർ പറയും ഇവള് 100 രൂപയുടെ പണ്ടിട്ടിട്ടുണ്ടായിരിക്കും എന്ന്. പക്ഷെ നമ്മൾ കുറ്റം പറയുന്നതല്ല. പക്ഷെ ആ അവര് പറയുന്നത് ഇച്ചിരൂടെ നല്ലത് ക്വാളിറ്റിയിൽ നല്ല കണ്ടന്റുകൾ എടുക്കാം എന്നുള്ളത് വന്നിട്ട് ഒരുപാട് പേര് എനിക്ക് പറയാറുണ്ട്, നല്ല വലിയ സെലിബ്രിറ്റീസ്. അല്ല, അത് നിങ്ങളുടെ പ്രശംസിച്ച് പറയുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ ഗൗരി കുറച്ചുകൂടി മെച്ചപ്പെടണം എന്നൊക്കെ പറയുന്ന ആളുകളായിരിക്കും. ഞാൻ പറയുന്നത് റോങ് ആയിട്ട് വലുതും ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ട് അത് ഞാൻ മറ്റുള്ളവരെ ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അല്ലെങ്കിൽ ഒരു ചാനലിൽ വന്നിരുന്നിട്ടോ ഞാൻ എന്തിനാണ് അവരെ മോശമായിട്ട് കാണുന്നത്? അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു തുമ്പിട്ട് കൊടുത്താൽ അവരെ ഇങ്ങോട്ട് ചായത്തുള്ളൂ. ആ തുമ്പിടുന്നതിന് മുമ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തീർന്നു. കാരണം എനിക്കിപ്പോ ഇവരുടെ കയ്യിൽ നിന്ന് കുറച്ച് പുത്തം കിട്ടിയിട്ട് എനിക്ക് ജീവിക്കണ്ട. ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ജീവിക്കണേ. അപ്പൊ അവരുടെ പണം കണ്ടിട്ട് അവരെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് നാറ്റിച്ചിട്ട് എനിക്ക് എന്നാ പുണ്യം? അവരുടെ ഫാമിലിക്കും പോയി മറ്റുള്ളവർക്കും പോയി എല്ലാം പോകുമ്പോ അവരെ നാണം കെടുത്തു. ഞാനെന്ന് പറയുന്നത് ഒരു പെണ്ണായതിന്റെ പുറത്ത് ഞാൻ എന്ത് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർ കേൾക്കാൻ കാണും. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ നിൽക്കാൻ കുറച്ച് ആൾക്കാരും കാണും. പ്രശ്നം നമുക്കത് വന്നിട്ട് ആ പുള്ളീനെ തരം താഴ്ത്തി കാണാനും ആൾക്കാർ നിൽക്കും. പക്ഷെ രണ്ടും രണ്ട് കാറ്റഗറി പെടുന്നതാണ്. കാരണം ഞാൻ വല്ലതും വിടുവത്തരം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞിട്ട് ആ പുള്ളീനെ എന്തിനാണ് വെറുതെ ഞാൻ നാണം കെടുത്തുന്നത്? എനിക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മള് രണ്ടുപേർക്കും നല്ലൊരു മ്യൂച്വൽ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആണോ അത് മുൻപോട്ട് പോകും. ഇല്ല ചേട്ടാ ഇവിടെ നിർത്തിക്കും, എനിക്ക് ഇതിന് താല്പര്യമില്ല. അത് നന്മയുടെ അല്ല, മറ്റുള്ളവരെ നമ്മള് മോശം പറഞ്ഞുകൊണ്ടിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുത്തിട്ട് എന്താണ് നേടാൻ എനിക്കുള്ളത്? ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പം 6 അടി മണ്ണ് പോലും എനിക്ക് തരുമോന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്ന, നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ ഒന്ന് പിണങ്ങി കഴിയുമ്പോൾ കൊണ്ടുവന്ന് ഈ മെസ്സേജുകളും ഈ ചാറ്റുകളും ഓഡിയോ കോളുകളും കൊണ്ടിട്ടിട്ട് എനിക്ക് എന്താണ്? മറ്റുള്ള ചാനലുകൾക്ക് റീച്ച് കിട്ടും അല്ലേ? അല്ലാതെ എനിക്കൊന്നും കിട്ടില്ല. കാരണം ഇവരാരും എനിക്ക് പേയ്മെന്റും തരത്തില്ല. എന്റെ വീഡിയോ കണ്ടന്റുകൾ കൊണ്ടുപോയിട്ട് ഓരോ ചാനലുകൾ കോപ്പി ആയിട്ട് കൊണ്ടുപോയി അങ്ങ് പോസ്റ്റ് ചെയ്യും. അവർക്കാണ് പേയ്മെന്റ് കിട്ടുന്നത്, എനിക്ക് കിട്ടത്തില്ല. അപ്പൊ ഞാൻ എന്തിനാണ് ഇത് വിളിച്ചു പറയണത്? എനിക്കൊരു പുണ്യവും ഇല്ല. ഞാൻ നേരെ പോയി എന്ന് പറയുന്നത്. കാരണം ഇത് കൊണ്ടുപോയി കൊടുത്തിട്ട് ഒരു കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ എനിക്ക് മറക്കേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് മറയ്ക്കും. എനിക്കത് വിളിച്ചു പറയേണ്ട കാര്യമില്ല. കാരണം അത് പറഞ്ഞിട്ട് യാതൊരു പുണ്യവും ഇല്ല. കുറച്ച് കരച്ചിലും കണ്ണീരും കുറച്ച് ഹാഷ്ടാഗുകളും ഒക്കെ വീഴും. അത് വീണിട്ട് എന്താണ്? ഒരു പുണ്യവും ഇല്ല. എനിക്കത് തോന്നുന്നില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ ഉണ്ടായിട്ട് കുറച്ച് ദിവസത്തേക്ക് മാത്രം നമ്മളെ കൊല്ലാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം കുറെ ആൾക്കാർ ഒരുങ്ങിയിരിക്കും. ഈ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആൾക്കാർ ഇത് മറക്കും. മറന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തന്നെയല്ലേ ഇത് അനുഭവിക്കേണ്ടത്. അപ്പൊ ഇത് എനിക്ക് സംസാരിച്ച് തീർക്കാനുള്ള ഒരു പ്രശ്നമേ ഉള്ളൂ. മറ്റുള്ള സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടിട്ട് ആ ചേട്ടൻ എന്നോട് ഇത് പറഞ്ഞു, ആ ചേച്ചി എന്നോട് ഇത് പറഞ്ഞു, അത് കൊണ്ടിട്ടിട്ട് വിവാദമാക്കേണ്ട കാര്യമില്ല. അത് ആ ചേട്ടൻ മെസ്സേജ് അയക്കുമ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ എനിക്കറിയാം. നേരത്തെ അച്ഛന്റെ അമ്മേന്റെ ഒക്കെ കാര്യം പറഞ്ഞു. അതായത് ഈ ആളുകൾ കൂടുതൽ മകളെ നിയന്ത്രിച്ചൂടെ, ആ രീതിയിലുള്ള ഒരു കമന്റ്സ് ആണ് പറയുന്നത്.
അപ്പൊ അച്ഛനും അമ്മയായിട്ട് നല്ല ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു. അപ്പൊ അവരോട് ഇങ്ങനെ പറയാറുണ്ടോ, അമ്മ ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ആളുകളൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്? അമ്മയുമായിട്ട് അത്ര വലിയ അടുപ്പമല്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇഷ്ടമാണ് ഇഷ്ടമല്ല എന്നൊരിടത്തും ഞാൻ പറയില്ല. എനിക്കൊരു ഇച്ചിരി പ്രശ്നങ്ങളുണ്ട്, മനുഷ്യനല്ലേ അത്, സ്വാഭാവികം. അച്ചാച്ചനോട് ഞാൻ പറയും, അച്ചാച്ച തേനെല്ലാം അവിടെ ട്രോളുന്നുണ്ടേ പറയും. പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അച്ഛന് ഇപ്പൊ അടുത്ത കാലത്ത് നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, അച്ഛനൊരു കുഞ്ഞൊരു ഫോണായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഫോൺ അച്ഛന് മേടിച്ചുകൊണ്ട് കൊടുത്തു. അപ്പൊ ഞങ്ങളെ വീഡിയോ കോളൊക്കെ വിളിക്കും ഫുൾ ടൈം. ഞങ്ങള് ചേച്ചി ഞാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അച്ഛനും അമ്മയും ഒരുമിച്ചാണ് കൂടിയാണോ? എല്ലാവരും ഉണ്ട്. അല്ലല്ല, എന്റെ വീട്ടിലല്ല, ഒരു പത്തനാപുരം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് വീഡിയോ കോൾ വിളിക്കുമ്പോഴത്തേക്ക് ചേച്ചിയോട് ഞാൻ പറയും, എടി ദേ ഇന്ന് എന്നെ അവിടെ ട്രോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, 5000 മുതൽ 60,000 രൂപ വരെ. കാരണം ഞാൻ എന്തുണ്ടെങ്കിലും പറയും, ഒന്നും മറച്ചു വെക്കില്ല. കാരണം ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്നവരാണ്. അച്ഛൻ അങ്ങനെ ഇതില്ല, അമ്മയ്ക്കും ഇല്ല. അമ്മയ്ക്കും ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, റീൽസ് കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും, സ്വാഭാവികം. ഞാൻ 2 അക്കൗണ്ടിലും ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കും. ഇനി 3ാമത് അക്കൗണ്ട് എടുത്തോന്ന് എനിക്ക് അറിയില്ല. അമ്മ കാണാതിരിക്കാനാ? അമ്മ കാണാതിരിക്കാൻ. അമ്മയുടെ അക്കൗണ്ട് സെർച്ച് ചെയ്തിട്ട് കിട്ടുമ്പോ അത് ബ്ലോക്ക് ചെയ്തു. അച്ഛനില്ല. അമ്മേന്റെ അടുത്ത് എന്താ അങ്ങനത്തെ ഒരു ഇത്? എന്തിനാണ് കാണണത്? കണ്ടിട്ട് കുറ്റങ്ങൾ പറയാനാണെങ്കിൽ പിന്നെ കാണണതിനകത്തിനാണ്. പ്രശ്നം ഒന്നുമില്ല, കാണാതിരിക്കാൻ സിസ്റ്ററൊക്കെ അപ്പൊ നല്ലത് പറയും, സപ്പോർട്ട്. പുള്ളിക്കാരത്തിക്കൊക്കെ അറിയാം ഞാൻ ഇത്ര വർഷമായിട്ട് ഇത് ചെയ്യുന്നു, യാതൊരു പ്രശ്നവുമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മള് വീട്ടില് വർക്ക് കഴിയുന്നു, വീട്ടിൽ വരുന്നു, ഒരിടത്തും സ്റ്റേയോ വേറെ പ്രശ്നങ്ങളോ ഇല്ല. ആരുമായിട്ടും വഴക്കിനോ വക്കാണത്തിനോ അങ്ങനെ ഒന്നും പോകുന്ന ഒരാളല്ല. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, എല്ലാം ചെയ്യുന്നു. ഇന്നാടി ഒരു റെഫറൻസ്, ഒരു ബിക്കിനി ഇട്ട് കഴിഞ്ഞാലും ഞാൻ പറയും, ഇതാണ് റെഫറൻസ് എന്ന് പറയും. അപ്പൊ അവര് സജഷൻസ് ഒക്കെ പറഞ്ഞുതരുമോ? കളിയാക്കും, എടി അത് വേണ്ട, ഇത് കുറച്ചുകൂടെ നല്ലതാ, അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഞാൻ പറയത്തേ ഉള്ളൂ, ഇന്നത് ബിക്കിനി ഷൂട്ട് ആണെന്ന് പറയും, അത് ഓക്കെ എന്ന് പറയും, അത്രേ ഉള്ളൂ. ഇത് ചേച്ചി ഭയങ്കര ഒരു പ്രൊഫഷൻ ആയിട്ടാണ് കൊണ്ടു നടക്കുന്നത്. അപ്പൊ ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഇതുപോലത്തെ ഒരു ചേച്ചി അച്ഛനൊക്കെ ഉള്ളത് നല്ലതാന്ന് തോന്നിയിട്ടില്ല? സപ്പോർട്ട് ഞാൻ പറഞ്ഞല്ലോ, ആരും സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പൊ ബിക്കിനി ഇടുന്നതിനോടൊന്നും ഞാൻ പറഞ്ഞല്ലോ ആരും സപ്പോർട്ട് ചെയ്യത്തില്ല. ഞാൻ എന്റെ ഇഷ്ടത്തിനാണ്, ഞാൻ പറഞ്ഞല്ലോ, നമ്മള് നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കണു, നമുക്ക് കിട്ടുന്നതിന്റെ ഒരു വരുമാനം അവർക്ക് കൊടുക്കുന്നു. ഈ ബിക്കിനി ഇടുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ മോശക്കാരി ഒരിക്കലും അല്ല. നമ്മൾ ബിക്കിനി ഇട്ടു എന്നും പറഞ്ഞിട്ട് ഒരു സ്ത്രീകളും മോശക്കാരായി മാറണില്ല. നമ്മള് വേണമെങ്കിൽ അതിലേക്ക് ചാടിയാൽ മാത്രമാണ് നമ്മൾ ആ ഒരു ഇതിലേക്ക് പോകുന്നുള്ളൂ. ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ലല്ലോ. അപ്പൊ എന്റെ ഒരു ഇത് കണ്ടിട്ട് ഞാൻ മോശക്കാരിയാണ്, അല്ലെങ്കിൽ ലാസ്റ്റ് ലതെന്നും പറഞ്ഞിട്ട് തെറി വിളിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിനോടൊന്നും എനിക്കൊരു യോജിപ്പില്ല. ഇപ്പൊ ഞാൻ ചെയ്യുന്ന വർക്ക് ഇടി, ഞാൻ ബിക്കിനി ഷൂട്ടാണ്, ഇന്നതിന് പോവാണ്, ഇന്നടത്താണെന്ന് പറഞ്ഞ് അത് അവിടെ തീർന്നു, ഓക്കെ പോയിട്ട് വരാൻ പറയും. അല്ലാതെ ചേച്ചി കിട്ടുന്ന ആ ഒരു ഫ്രീഡം പോലും ഇതുപോലെ ഈ ഒരു പ്രൊഫഷനിൽ നിൽക്കുന്ന വേറെ അത് ഒളിച്ചും മറഞ്ഞുമായിരിക്കും അല്ല, ഒളിച്ചും മറയുമില്ല എന്റെ കാര്യത്തിൽ എന്ന് പറയുന്നത്. ഞാൻ ഒളിച്ചു വെച്ച് മറച്ചു വെച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടോ പോയിട്ട് ഒരു കണ്ടന്റ് എടുത്തു കഴിഞ്ഞിട്ട് നാളെ മറ്റൊരിടത്തിട്ട് വിറ്റിട്ട് മറ്റൊരാൾ അത് കോപ്പി എടുത്തുകൊണ്ട് വന്ന് വേറൊരിടത്തിട്ടിട്ട് എന്തിനാണ് ആ ജീവിതം അങ്ങനെ കളയുന്നത്? നമ്മൾ ടെൻഷൻ അടിച്ച ജീവിതം എന്തിനാണ് കളയണത്? നമ്മൾ ഹാപ്പി ആയിട്ട് ഡെയിലി, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്തൊക്കെ ചോദിച്ചില്ലേ, എനിക്ക് ടെൻഷൻ ഉണ്ട്, പക്ഷെ ഞാൻ എപ്പോഴും സന്തോഷമായിട്ടാണ് മുൻപോട്ട് പോണത്, ഹാപ്പി ആയിട്ട്. കാരണം എനിക്ക് ടെൻഷൻ അടിച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ, ഇപ്പൊ ഒരു അക്കൗണ്ട് പോയാൽ അടുത്തത് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ ഓരോന്നിനും ഓരോ ഇതുണ്ട്. അല്ലാതെ കരഞ്ഞു കുത്തി രാവിലെ എണ്ണിക്കുമ്പോൾ എനിക്ക് ഒന്നുമില്ല, കഞ്ഞി വെക്കാൻ അരിയില്ല, എനിക്ക് ആര് ചോദിച്ചാലും ഉണ്ട് എന്ന് ഞാൻ പറയും. കാരണം എന്താ പറയുക, നമ്മുടെ ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിൽ അതുണ്ട് ഇതുണ്ട് എന്ന് ഞാൻ പറയും. പട്ടിണിയാണെന്ന് പറയില്ല. ഈ ആദ്യമൊക്കെ ഈ ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോ വീട്ടുകാരുടെ അടുത്ത് എല്ലാം തുറന്നു പറയുന്നു പറഞ്ഞില്ലേ, പക്ഷെ പേടി ഉണ്ടായിരുന്നു, ഇത് ഞാൻ പറയാതെ ഇവര് അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ, ആ രീതിയിലൊക്കെ തോന്നിയിട്ടുണ്ടോ? ആദ്യം എന്ന് പറയുമ്പം ഇത്ര വർഷങ്ങൾക്ക് മുൻപ് കരഞ്ഞിട്ടുണ്ട്. ഈ ഇന്റർവ്യൂസിന് എന്നെ റെഫർ ചെയ്ത ആളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, എടാ ഇന്നത് പിക്ചേഴ്സ് ഇന്നതുപോലെ, അത് വേണ്ടടാ, ഡിലീറ്റ് വേണ്ട എന്നും പറഞ്ഞ് ഞാൻ ഒരു സമയം, എനിക്ക് ടെൻഷനുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. കാരണം ഇഷ്ടപ്പെട്ടെടുത്ത് പിന്നെ പേടിച്ചിട്ട് അങ്ങനെയല്ല, നമ്മൾ എടുക്കുന്ന 4 വഴി കൂടെയും ക്യാമറകളല്ലേ, അവിടെ ഇവിടെ എല്ലാം ഇരിക്കുവല്ലേ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരിടത്തൊരു കോപ്രായം നമ്മൾ കാണിക്കുന്ന ഒരു കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ അത് അടുത്തടുത്ത് വരും. അപ്പൊ അത് വേണ്ട എന്നും പറഞ്ഞിട്ട് ഞാൻ എന്നോ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. ചില സമയം നമുക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്വയം ഏറ്റെടുത്തൊരു കാര്യമായതുകൊണ്ട് മറ്റൊരാളിനോട് ഷെയർ ചെയ്യില്ല. നമ്മുടെ ജോലി ഞാനായിട്ട് എടുത്തൊരിതാണ്. അപ്പൊ മറ്റൊരാളോട് ഷെയർ ചെയ്യുമ്പോ നീ ചെയ്തതല്ലേ, നീ പോയി തലവെച്ചു കൊടുത്തതല്ലേ എന്ന് പറയും. അപ്പൊ അതിലും ഭേദം അതിനെ ഇനി എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കണേന്ന് പറയണേ. അങ്ങനെ മുൻപോട്ട് പോകണം. ഈ എപ്പോഴെങ്കിലും ഇതുപോലെ ആളുകള് നീയായിട്ട് തലയെടുത്ത് വെച്ചതല്ലേ അനുഭവിക്കുക, ആ രീതിയിലൊക്കെ ചിലപ്പോ പറയായിരിക്കും. ആ സമയത്ത്
വേണ്ടായിരുന്നു എന്നുള്ളൊരു തോട്ട് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട്. വന്നിട്ടുണ്ടോ? അത് ആദ്യ സമയം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഫസ്റ്റ് പറയുമ്പം നമുക്ക് ഫോട്ടോഷൂട്ട് ഇന്ന കാര്യങ്ങൾ മറ്റടുത്ത് പിക്ചറുകൾ വരുമ്പോൾ എന്നുള്ളൊരു ടെൻഷൻ, ഓരോരുത്തരത്ത് തലയും പാലും ഒക്കെ ക്രോപ്പ് ചെയ്തിട്ട് വരും. കാരണം ഇപ്പം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഇടാത്തൊരു ബിക്കിനി അത് അങ്ങനെ എങ്ങാണ്ട് എന്തോ ചെയ്തു വെച്ചിട്ട് ഞാൻ അങ്ങനത്തെ ഒരു പൊടി സാധനം ഇട്ടിട്ടില്ല. പൊടി ഒരു ബിക്കിനി അത് നമ്മുടെയൊക്കെ നൈറ്റ് ഡ്രസ്സിന്റെ കൂടെ കിട്ടുന്ന ഒരു സാധനമാണ്. ഞാൻ അത് ചെയ്തിട്ടുമില്ല, എനിക്കറിയേയില്ല. അപ്പൊ അത് കൊണ്ടുവന്നിട്ട് ഏതൊക്കെയോ യൂട്യൂബിലും എവിടേക്കോ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. അപ്പം ബാംഗ്ലൂരുള്ള എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഗൗരി ഇത് നീയാണോ? അതൊരെണ്ണം ഇത്രയും വലിയ ബെസ്റ്റ് ഒക്കെ വെച്ചിട്ട് കൊണ്ടുവന്ന് കണ്ടന്റ് അത് ആക്കി വെച്ചേക്കാണ്, ഒരു പൂളിന്റെ ഭാഗം. പക്ഷെ ഇന്നേഴ്സ് ആണ്, പക്ഷെ അത് പൊടി ബിക്കിനിയാണ്, മറ്റേ സ്വിമ്മിങ് പൂൾ അങ്ങനെ ആ ഒരു ഇതിലിടുന്ന നൈറ്റ് ആയിട്ടുള്ള സാധനം. അതിട്ടുണ്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ ഇത് ഞാനല്ല, നിങ്ങളത് സൂം ചെയ്ത് നോക്ക്. ഇപ്പം എൻ്റെ ഒരു ബോഡി, എൻ്റെ ശരീരം എന്ന് പറയുന്നത് ഇന്നതാണ്, അതിൻ്റെ അകത്ത് ഓരോ അവയവങ്ങൾ എയുടെ ഉപയോഗത്താൽ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞത്, അന്നേരം ഈ പിക്ചേഴ്സുകൾ കാണുമ്പോൾ ചില സമയത്ത് ഇതിൻ്റെ അകത്ത് ഇറങ്ങണ്ടായിരുന്നു, ഇത് മറ്റുള്ളവർ കാണുമ്പം പ്രശ്നമാണ്. പക്ഷെ അത് ഒരു ശീലമായി. ശീലം എന്ന് പറയുമ്പോൾ ആൾക്കാർ പറയാൻ തുടങ്ങി ബിക്കിനി ചെയ്യണോ, അല്ലെങ്കിൽ അവളുടെ ക്ലീവേജ് കാണിക്കണോ, അവളുടെ പുക്കിള് കാണിക്കണോ, മറ്റേ മറിച്ച് ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത്, ഞാൻ ചെയ്യുന്നത് ഒരുപാട് പേര് ചെയ്യണു, ഞാൻ മാത്രമല്ല ചെയ്യണേ, ഒരുപാട് പേര് മോശമായിട്ട്, മോശം മീൻസ് വേറെ രീതികളിൽ ചെയ്യുന്നു. അപ്പൊ അതൊന്നും ഞാൻ ചെയ്യണില്ല. അപ്പൊ എന്റേതായ ഒരു ശൈലിയിൽ ഞാൻ പോകുന്നത് കൊണ്ട് ഞാൻ ചെയ്യുന്നത് ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം നേരത്തെ കരഞ്ഞു കുത്തി വിളിച്ചു കൂവിയിരുന്നൊരു സമയമുണ്ട്. ഇപ്പൊ അതിനോടൊന്നും ഞാൻ പറഞ്ഞില്ലേ, ഹാപ്പി ആയിട്ട് പോവുകയാണ്. കണ്ടന്റുകൾ ഇടുക ഡെയിലി. ഇന്നലത്തെ ഇപ്പൊ മില്യൺ ആയിട്ടുണ്ട്, നല്ല വൈറലാണ്. ഇടുന്ന എല്ലാ കണ്ടന്റും അത്യാവശ്യം മോശമില്ലാത്ത രീതിയിൽ, കണ്ടാൽ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഇട്ടാലല്ലേ ആൾക്കാർക്ക് കാണാൻ പറ്റും. അങ്ങനെ പ്രത്യേകമായിട്ട് ചിന്തിക്കാറുണ്ടോ ആളുകൾ കണ്ട് ആസ്വദിക്കണം? ഞാൻ ചോദിക്കുന്നത്, ഞാൻ മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാല് മണ്ണിനിടയിലോട്ട് പോകുമ്പോൾ പുഴുവായിരിക്കും. ആസ്വദിച്ച ആൾക്കാർ ആസ്വദിക്കട്ടെ, കാണണ്ടവര് കാണട്ടെ, വേണ്ടാത്തവര് അത് മാറ്റിക്കിട്ട് പോട്ടെ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഓരോ മനുഷ്യരും ജീവിക്കുന്നത് അവനവന്റെ ഇഷ്ടത്തിനാണ്, അവനവന്റെ സന്തോഷം. ഞാൻ നോക്കുമ്പോ എനിക്കിതൊരു റീൽസ് അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ ഇടുമ്പത്തേക്ക് ഇന്ന ഒരു രീതിയല്ല, ആൾക്കാർ കാണും, അല്ലെങ്കിൽ ആൾക്കാരിലേക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവരെനിക്ക് ഫോളോവർ വരണം, അങ്ങനെയല്ല. ഇപ്പം നമ്മൾ മാറ്റിയാണ് ചിന്തിക്കുന്നത്, ഡെയിലി പുതിയ കണ്ടന്റുകൾ എന്ത് കൊണ്ടുവരാം. അതുകൊണ്ട് നേരെ പൊട്ടേ എന്നും പറഞ്ഞിട്ട് മില്യൺ അടിക്കട്ട്. നമ്മൾ ഇടുമ്പോൾ നമ്മൾ വിചാരിക്കും, ദൈവമേ ഇത് മില്യൺ ആവണേ. സോങ് നോക്കും, ഇത് വൈറൽ ആവുമോ, പിറ്റേ ദിവസം നമ്മൾ നോക്കിയിരിക്കും മില്യൺ ആവും. ഈ സോങ് സെലക്ഷൻ അപ്പൊ അതിനെ പറ്റി അനുയോജ്യമായിട്ടുള്ളൊക്കെ എങ്ങനെ കണ്ടുപിടിക്കുക? അതിന്റെ അകത്ത് ഇടുന്നതിൽ എനിക്ക് ഡെപ്പങ്കൂത്ത് വരുവാണെങ്കിൽ ഓക്കെ, ഇത് ഞാൻ ഇട്ടേക്കുന്ന കോമാളിത്തരമാണ്, അതിനൊക്കെയാണ് ഈ സോങ് എന്നും പറഞ്ഞ് അങ്ങനെ ഇടും. ഏറ്റവും വൈറലായിട്ടുള്ള ഒരു കണ്ടന്റ് ഏതാ? ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്ത് ഒരു വീഡിയോ, ഒരു 45 മില്യൺ ലൈക്കും 48-50 അങ്ങനെ എങ്ങാണ്ട് മില്യൺ ഒരു ബിക്കിനി ഉണ്ട്. കാരണം പഴയ കാല ഒരു വൈറ്റ് സാരിയിൽ ബ്ലാക്ക് പൊട്ട് വരുന്നത്, അതേപോലത്തെ ഒരു ബിക്കിനി ഇട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല വൈറൽ, അത് ഏറി കയറ്റിയ ആൾക്കാരുണ്ട്.